ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഫൈൻ കെയറിൻ്റെ ചെയർമാൻ ഇബ്രാഹിം ഹാജി, അതുപോലെ തന്നെ ഡോക്ടർ ഇല്യാസ്, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഫൈൻ കെയർ ആദ്യമായിട്ടാണ് ഇതുപോലൊരു പൊതുജന പരിപാടി സംഘടിപ്പിക്കുന്നത്. തുടക്കം കുറിച്ച് 1.5 വർഷം പിന്നിടുമ്പോൾ മാസാമാസങ്ങളിൽ നടന്നു വരുന്ന പകൽ വീട്, അതുപോലെ തന്നെ ഹോം കെയറിന് പോകാൻ വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളണ്ടിയർ പ്രോഗ്രാം, അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച ഇവിടെ നാടിന് ഒരു ആംബുലൻസ് സമർപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചുരുക്കി പറയുന്നത് ഇവിടെ സംസാരിക്കാൻ വിഷയങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഒരു ഹോം കെയറിന് വേണ്ടി 2ാമത്തെ ഒരു വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഇല്യാസ് ഡോക്ടർ. സ്വാഭാവികമായിട്ടും നമ്മളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും, ഈ കുരിക്കിലാടിൻ്റെ ഗ്രാമത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു 2ാമത്തെ ഹോം കെയറിന് വണ്ടി എന്നത്. നിലവിലുള്ള വണ്ടി മതിയാകാത്ത പോരായ്മ കൊണ്ടാണ് 2ാമത്തെ വണ്ടി ഇറക്കിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ കുരിക്കിലാട് മാത്രമായിരുന്നു നമ്മുടെ സേവന മേഖല. അത് നമ്മുടെ ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും നമുക്ക് എൻക്വയറികൾ വരികയും അവിടെയൊക്കെ നമ്മുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് പുറത്ത് നിന്ന് പോലും ആൾക്കാർ നമ്മുടെ സേവനത്തിന് വേണ്ടി വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പാലിയേറ്റീവ് ഉണ്ട്, പഞ്ചായത്തിന് പുറത്തും പല പാലിയേറ്റീവ് ഉണ്ട്, നമുക്കറിയാവുന്നതാണ്. ഞാനിത് പറയുമ്പോൾ ആരെയും വില കുറച്ച് കാണുന്നതല്ല. അപ്പോൾ ഇവിടെ ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പാലിയേറ്റീവ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇത്ര ദൂരത്തു നിന്ന് വരുന്നത് എന്നവരോട് ചോദിച്ചാൽ പാലിയേറ്റീവ് ഉണ്ട്, അതിൻ്റെ സേവനങ്ങൾ ഇവിടെ കിട്ടുന്നുമുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ തരുന്ന സേവനത്തിലാണ് ഞങ്ങൾക്ക് സംതൃപ്തി എന്ന് പറയുമ്പോൾ നമുക്ക് സേവനം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ സേവനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് പുറത്തേക്ക് വ്യാപിച്ച് കിടക്കുകയാണ്. നമ്മുടെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു കെട്ടിടത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മുടെ പ്രവർത്തനം. നമ്മുടെ കമ്മിറ്റിക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം നമ്മുടെ ലക്ഷ്യങ്ങൾ എവിടെ വരികയെന്നുള്ളത്. ജസ്റ്റ് ഒരു പാലിയേറ്റീവ് നടത്തി അതിൻ്റെ സേവനം ഈ ഒരു കുരിക്കിലാട് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഒരു പാലിയേറ്റീവ് എന്ന ഒരു ചെറിയ ഒരു പരിപാടിയിൽ നിന്നുപരി അതിനേക്കാൾ വലിയ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മളിവിടെ ഔട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ കഴിഞ്ഞ ദിവസം വളണ്ടിയർ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 50ഓളം ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. സത്യത്തിൽ അത് പോരാ, 50 ആൾക്കാർ പോരാ, ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അവിടെ നിന്നൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ പാലിയേറ്റീവ്? അന്നത്തെ വിഷയം തന്നെ പാലിയേറ്റീവ് എന്നാൽ എന്തിനാണ്, ആർക്കാണ്, എപ്പോഴാണ് ഈ പാലിയേറ്റീവിൻ്റെ സേവനം കൊടുക്കുന്നത്? ഇതൊക്കെ അറിയാനും കേൾക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പല കുട്ടികളെയും അതുപോലെ തന്നെ വലിയ മുതിർന്ന ആൾക്കാരും അതിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ പങ്കെടുത്താൽ മാത്രമേ അത്തരം അറിവുകൾ നമുക്ക് നേടാൻ കഴിയുകയുള്ളൂ. കൂടുതലായി ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ഇദ്രീസ് ഡോക്ടർ, അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷണ കലയിലെ ജനകീയനും അധ്യാപകനുമായ VK സുരേഷ് ബാബു സാറ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഫൈൻ കെയറിൻ്റെ ചെയർമാനുമായ ഇബ്രാഹിം ഹാജിയാണ് അധ്യക്ഷൻ വഹിക്കുന്നത്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹോം കെയർ വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്ത അസിസ്റ്റൻറ്റ് സർജൻ കേരള ആരോഗ്യ വകുപ്പ് ഡോക്ടർ TN ഇല്യാസ്, കൂടാതെ അദ്ദേഹത്തിന് ഒരു ചുമതല കൂടിയുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മഞ്ഞപ്പിത്തം വളരെ രൂക്ഷമായി പടർന്നു പിടിക്കുന്ന അവസരത്തിൽ മഞ്ഞപ്പിത്ത ബോധവൽക്കരണ ക്ലാസ് അദ്ദേഹം ഇവിടെ നിങ്ങൾക്ക് എടുക്കുന്നതാണ്.
അദ്ദേഹത്തെയും ഫൈൻ കെയറിന് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് VK സുരേഷ് ബാബു ചിറ്റാരിപ്പറമ്പ് അവർകളാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഞാൻ ഹാർദമായി സ്വാഗതം പറയുന്നു. ഈ യോഗത്തിന് നന്ദി പറയുന്നത് നമ്മുടെ ഫൈൻ കെയറിൻ്റെ ഗജാഞ്ചി VK വാര്യങ്കണ്ടി നൗഷാദ് അവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സദസ്സിൻ്റെ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ഇബ്രാഹിം ഹാജി ചെയർമാനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. നമസ്കാരം. ബഹുമാനമുള്ള ഡോക്ടർ, മറ്റ് സ്റ്റേജിലും വെളിയിലുമുള്ള ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരം ഒരു സദസ്സ് ആദ്യമായിട്ടാണ് ഫൈൻ കെയർ ഒരുക്കുന്നത്. ഫൈൻ കെയർ 1.5 വർഷത്തിനുള്ളിൽ ഒരുപാട് സദസ്സുകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഒരു ജനസദസ്സ് ആദ്യമായിട്ടാണ് ഫൈൻ കെയർ ഒരുക്കുന്നത്. അങ്ങനെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഫൈൻ കെയർ പിറവിയെടുത്തിട്ട് ശരിയായ വിധത്തിൽ 1.25 വർഷത്തോളമായി. 1.25 വർഷം എടുത്തിട്ടാണ് ഞങ്ങളുടെ ജനസദസ്സ് ഇപ്പോൾ വിളിച്ചു കൂട്ടിയത്. വേണ്ടവണ്ണം അതും എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളിൽ ഒതുങ്ങി നിൽക്കാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കാത്ത വിധത്തിലുള്ള ബാഹുല്യമാണ് രോഗികളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറോട് പഞ്ചായത്തിൽ മാത്രമല്ല ഒരുങ്ങി നിൽക്കുന്നത്. ആവശ്യക്കാർ എവിടെയാണോ, ഇപ്പോൾ തിരുവനന്തപുരത്തേക്കൊന്നും പോകാനാവില്ല, പക്ഷേ ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് വില്യാപ്പള്ളി പഞ്ചായത്തിലും വടകര മുനിസിപ്പാലിറ്റിയിലും ചോറോട് പഞ്ചായത്തിൻ്റെ ഏകദേശ സ്ഥലങ്ങളിലും ഏറാമല പഞ്ചായത്തിലും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇപ്പം നടപ്പ് രോഗികൾ 160ഓളം നിൽക്കുന്നുണ്ട്. അതിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന രോഗികളുണ്ട്. ഒരു BP നോക്കിയിട്ട് തിരിച്ചു വരുന്ന രോഗിയുണ്ട്. എന്തിനായി BP നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പ്രസൻറ്റിൽ ഇവിടെ ഉള്ള ഒരു രോഗിയെ പറ്റി തന്നെ പറഞ്ഞുതരാം. അവിടെ ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ വെറുതെ BP നോക്കാൻ വേണ്ടി പോയതാ. ഇല്യാസ് ഡോക്ടർ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് സിസ്റ്റർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് BP ഉള്ളത്, വളരെ തലേന്ന് പുകച്ചിലെടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഉടനെ പറഞ്ഞു, ഇപ്പോൾ ഡോക്ടർ ആരെങ്കിലും ഒന്നവരുണ്ടാവും, ഉടനെ നിങ്ങൾ വണ്ടി കയറ്റിയിട്ട് അവിടത്തേക്ക് കൊണ്ടുപോവുക, നമ്മൾ ആരോഗ്യ കേന്ദ്രത്തിലേക്ക്. അങ്ങനെ ഞങ്ങളവിടെ വിട്ടു. ഇല്യാസ് ഡോക്ടർ തന്നെയാണിത് കൈകാര്യം ചെയ്തത്. ഞാൻ അറിഞ്ഞത് എന്നതിന് ശേഷം ഡോക്ടർ നോക്കുമ്പോൾ ഞങ്ങൾ നോക്കിയ BP ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിന് സംശയം വരികയും അദ്ദേഹം ഉടനെ അത് വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അവിടെ എത്തുമ്പോഴേക്ക് രണ്ടാമതും രോഗിക്ക് നല്ല ഹൈ ആയി പ്രഷർ വന്നു. ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു, മറ്റ് സംഗതികളൊക്കെ ചെയ്തു. പിറ്റേ ദിവസം വൈകുന്നേരത്തോടു കൂടി അവർ തിരിച്ചു വരികയും ഇപ്പം നമ്മൾ ഈ സദസ്സിൽ ആ രോഗി ഉണ്ട് താനും. ഇങ്ങനത്തെ സംഗതികൾ കാഴ്ചവെക്കണമെങ്കിൽ അതാത് സ്ഥലത്ത് അതിൻ്റെ സമയത്ത് നമ്മൾ എത്തിപ്പെടുകയും അത് മനസ്സിലാക്കുകയും അതിനുള്ള മരുന്ന് ആ സമയത്ത് തന്നെ ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഡ്രൈവർ ആവശ്യമാണ്, വണ്ടി ആവശ്യമാണ്, സിസ്റ്റേഴ്സ് ആവശ്യമാണ്, അതിനെന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ആവശ്യമാണ്. അല്ലാതെ കണ്ട് ഞങ്ങളും ഒരു പാലിയേറ്റീവ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഒരു നാട്ടിന് ആവശ്യം എന്താണോ
അതായിരിക്കണം പാലിയേറ്റീവിൻ്റെ മുഖമുദ്ര. ഒരുപാട് പാലിയേറ്റീവ് ഉണ്ടെങ്കിലും ജനശ്രദ്ധ പിടിച്ചു പറ്റാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തരം ഒരു കേമമായിട്ടുള്ള സംഗതികൾ നടത്തുന്നുണ്ടെന്നോ അല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. നമുക്കാർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ദാഹിക്കുന്ന സമയത്താണ് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില. അല്ലാതെ കണ്ട് അയാൾ വയറ് നിറച്ച് വെള്ളം കുടിച്ചിരിക്കുമ്പോൾ അയാൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വെള്ളം ആവശ്യമുള്ള സമയത്ത് ആവശ്യം പോലെ സംഗതികൾ പകർന്നു കൊടുക്കുക. 8 വർഷത്തോളം കാലിൻ്റെ നിര്യാണി മുറിച്ച് ഉണങ്ങിയിട്ടില്ല. പ്രഗത്ഭ ഹോസ്പിറ്റലിൽ നിന്നാണ് അത് ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് ഇപ്പം ഏകദേശം 1 വർഷം മുമ്പ് നമ്മളെ അവർ അറിയുകയും നമ്മളുടെ അടുത്ത് സമീപിക്കുകയും ചെയ്തു. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരെയൊന്നുമല്ല. അങ്ങനെ ഞങ്ങളത് ഏറ്റെടുക്കുകയും ഏറ്റെടുത്ത് 2-3 മാസം ഞങ്ങൾ ചെയ്തതിന് ശേഷം അത് ഇപ്പോൾ സമീപിക്കുന്ന ഡോക്ടറെ അല്ലാതെ കണ്ട് തന്നെ വേറെ ഡോക്ടറെ സമീപിക്കണമെന്ന് തോന്നി. അങ്ങനെ തീരെ നിർധനനായ ഒരു രോഗിയായിരുന്നു. ഞങ്ങൾ പിരിവൊക്കെ എടുത്ത് അയാളെ ആ ഡോക്ടറെ കാണിക്കുകയും ആ ഡോക്ടർ പറഞ്ഞ് വാസ്കുലർ സർജനെ കാണിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാമെന്ന് അദ്ദേഹം ഉപദേശിച്ച് കുറച്ച് മുകളിൽ വെച്ച് മുറിച്ച് കഴിഞ്ഞാലേ ഇത് ഉണങ്ങാൻ സാധ്യതയുള്ളൂ. അങ്ങനെ മലബാർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അത് കുറച്ച് മുകളിൽ നിന്ന് മുറിച്ച് ഇപ്പോൾ അത് സമ്പൂർണ്ണമായി ഉണങ്ങി 1.25 ലക്ഷത്ത് ഉറുപ്പ്യൻ്റെ കാല് വെക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. 10-45,000 ഉറുപ്പ്യ നമ്മളും പിരിവെടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ രോഗി ഇന്ന് വളരെ സന്തുഷ്ടനാണ്. നമ്മൾ അടുത്ത് തന്നെ നിൽക്കുന്ന ആളാണ്. ഇന്നലെയും എന്നെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഏതാനും ദിവസങ്ങൾക്കകം അയാളുടെ കാല് അയാൾക്ക് കിട്ടും. കാല് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ അയാൾക്ക് നടക്കാൻ പറ്റില്ല. കുറച്ച് അതിൽ പ്രാക്ടീസൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. അപ്പോൾ ആർക്കാണോ എന്താണോ ആവശ്യം, പാലിയേറ്റീവിൻ്റെ മുഖമുദ്ര അതായിരിക്കണം. നമ്മൾ രാവിലെ ഒരു പാലിയേറ്റീവിൻ്റെ വണ്ടി എടുത്ത് അവിടെയെല്ലാം തിരിഞ്ഞ് ഒന്നിങ്ങോട്ട് വന്ന് ഞാനും പാലിയേറ്റീവ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം, ചില ഗ്രൂപ്പുകളിലൊക്കെ എന്തിനാണ് ഈ 2ാമത്തെ വണ്ടി, എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നുള്ളതിനെപ്പറ്റി ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മറുപടി എന്നോണമാണ് എൻ്റെ ഈ സ്വരത്തിൽ നിന്ന് വരുന്ന സ്വരങ്ങൾ. ഏകദേശം 160ഓളം പേഷ്യൻറ്റിനെ നോക്കാൻ ഒരു വണ്ടി മതിയാവത്തില്ല. അതിലുപരി 13-14ഓളം ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് 2 ഫിസിയോതെറാപ്പിസ്റ്റുകൾ വെളിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 2 ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒരേ ടൈമിൽ 9 മണിക്ക് 2 ദശയിൽ നിന്ന് തുടങ്ങുകയാണ്. ഒരുത്തയിൽ ഇറക്കി കൊടുത്തിട്ട് മറ്റത്തേലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു വണ്ടിയും വെച്ചിട്ട് 1 കൊല്ലത്തോളമായി എൻ്റെ ചെറിയ വണ്ടി ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു. ഞാനിവിടെ നിങ്ങളെ എൻ്റെ വണ്ടി ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. അപ്പറഞ്ഞ ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായേനെ എന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പം തികച്ചും ആവശ്യമായ രീതിയിൽ എങ്ങനെയെങ്കിലും ചെലവഴിക്കുക എന്നോ അല്ലെങ്കിൽ എവിടെയും കൊണ്ടുപോയി ഇടുക എന്നോ എന്നുള്ളതല്ല പാലിയേറ്റീവിൻ്റെ ലക്ഷ്യം എന്ന് നിങ്ങളെ ഈ സദസ്സിനെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ 100% കുറ്റമറ്റ രീതിയിൽ ചെയ്തു കൊടുത്ത് രാത്രി ചെന്ന് ചിലപ്പോൾ ഞാൻ 9 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ചോറ് തിന്നാൻ വരെ നമുക്ക് സമയം കിട്ടാറില്ല. അതിലങ്ങ് മുഴുകിപ്പോവും. അപ്പം രാത്രി ചെന്ന് കിടന്നു കഴിഞ്ഞാൽ ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. എനിക്കറിയാം ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് എത്രത്തോളം പ്രയാസങ്ങളുണ്ടാവും, എത്രത്തോളം വിഷമങ്ങളുണ്ടാവും എന്നൊക്കെ. അപ്പോൾ ആ പ്രയാസങ്ങൾ ഞാൻ സഹിച്ചുകൊണ്ട് തന്നെ എനിക്ക് നന്നായി ഉറങ്ങാൻ അന്ന് സാധിക്കും. കാരണം ഇന്ന് രാവിലെ മുതൽ ഇന്നേ ആളെടുത്ത് പോയി, ഇന്നേ ആളെടുത്ത് പോയി, ഇന്നേ ചെയ്തു കൊടുത്ത്, അല്ലേ ഇന്നേ ചെയ്തു കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുത്ത് അത് നമുക്ക് നമ്മളെ മനസ്സിനെ സംബന്ധിച്ചുള്ള സായുജ്യം അടിയാനും നമുക്ക് എന്തോ ഒരു അനുഭൂതി കിട്ടാനും നമുക്ക് സാധിക്കുന്നുണ്ട്.
അതാണ് പാലിയേറ്റീവ് എന്നാണ്. ഞാൻ പാലിയേറ്റീവിൻ്റെ ഒരുപാട് ക്ലാസ്സിലൊന്നും പോയിട്ടില്ല. ഒരു ദിവസം പെടുന്നതിന് ഇതിൽ വന്ന് പെടുകയും ആ പാലിയേറ്റീവിൻ്റെ ആഘാതങ്ങൾ ശരിക്ക് മനസ്സിരുത്തി അതിനെ നെഞ്ചോട് ചേർക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങിയതും. വളരെ ദൃഢനിശ്ചയത്തോടുകൂടി അതിനെ അർഹിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് ഇതിനിറങ്ങി പുറപ്പെട്ടതും ഇതിനു വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതും സാമ്പത്തിക സമാഹരണം നടത്തുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഇതിനു വേണ്ടി തരികയാണെങ്കിൽ ഒരു നയാ പൈസ പോലും നിങ്ങൾക്ക് അനാവശ്യമായി പോകുകയില്ല എന്ന് ഈ ഒരവസരത്തിൽ ആണയിട്ട് പറയാൻ ബലേമ്പത്ത് ഇബ്രാഹിം എന്നുള്ള എനിക്ക് സാധിക്കുമെന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഡോക്ടറെ എടുത്തുകൊണ്ട് ഇനിയും കൂടുതൽ പറഞ്ഞുകൊണ്ട് ഇതിനെ നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ആദരവോടും കൂടി ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടുന്ന് അയക്കുന്ന രോഗികളെ വളരെ നല്ല രീതിയിൽ അദ്ദേഹം അത് ചെയ്ത് അന്ന് തന്നെ വളരെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. കാരണം നമ്മളിവിടുന്ന് രോഗിയെ ഇത്തരത്തിലാണ് അവിടത്തേക്ക് അയച്ചതെന്ന് മനസ്സിലാക്കുകയും ഇത് ഡോക്ടറെ മനസ്സിലാക്കി ഉടൻ തന്നെ വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അയക്കുകയും അദ്ദേഹത്തിൻ്റെ ദൗത്യം അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. അത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. എനിക്കിവിടെ അന്തസ്സോടുകൂടി എടുത്തു പറയാൻ പറ്റുന്ന ഒരു മുഹൂർത്തമായി ഞാൻ ഇതിനെ കണക്കാക്കുന്നു. ഇൻഷാ അല്ലാഹ് മേലിലും അത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹവും ഞങ്ങളും തുടരുമെന്ന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ വാക്ക് തരികയാണ്. എല്ലാവിധ ആദരവോടും കൂടി ഡോക്ടറെ സ്നേഹപൂർവ്വം സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട സ്വാഗത പ്രഭാഷകൻ റിയാസ് MK, നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഫൈൻ കെയർ പാലിയേറ്റീവിൻ്റെ സമാധാനീയനായ ചെയർമാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അജീസ് സാഹിബ് അവർകൾ, ഇവിടെ സന്നിഹിതരായ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരായ സഹോദരി സഹോദരന്മാരെ, ഫൈൻ പാലിയേറ്റീവ് കെയറിൻ്റെ രണ്ടാമത്തെ ഒരു പരിപാടിയിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഒരുപാട് കാര്യങ്ങൾ ഹജീക്ക പ്രതിപാദിച്ചത് കേട്ടു. വളരെ നല്ല പ്രശംസനീയമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നതായി കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം പാലിയേറ്റീവിൻ്റെ ഈ പരിപാടിയുമായി വർഷങ്ങളായി ഞാനും ഈ പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെ ആദരിക്കുകയാണ് ഇബ്രാഹിഖാനെ. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞുള്ള ചില പ്രഭാഷണങ്ങൾക്ക് കാരണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതൊക്കെയോ നമ്മുടെ നാട്ടിലുള്ള ചില ഗ്രൂപ്പുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നത് പോലെ ചില അസ്വാസ്ഥ്യങ്ങൾ അദ്ദേഹത്തിന് ചിലപ്പോൾ മാനസികമായി പ്രയാസപ്പെട്ട് കാണും. എന്തായാലും വളരെ ചുരുങ്ങിയ സമയം നിങ്ങളോട് ഒന്ന് രണ്ട് വാക്ക് കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ പ്രഭാഷകനെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് എന്നോട് പ്രതിപാദിക്കാൻ പറഞ്ഞ കാര്യം ഹെപ്പാറ്റൈറ്റിസ്. അപ്പോൾ ഇപ്പോൾ വളരെ കൂടുതലായി നമ്മുടെ പ്രദേശത്തും അയൽ പ്രദേശങ്ങളിലുമുള്ള മഞ്ഞപ്പിത്തത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നാം എല്ലാവരും നമ്മുടെ പ്രദേശം ഒരുപാട് രോഗികളാൽ കുന്നുകൂടിയിരിക്കുകയാണ് എന്നാണ് ഈ പ്രഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഏരിയയിൽ മാത്രം 160ഓളം രോഗികളെ കാണാൻ വേണ്ടി പോകുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് സംജാതമായി എന്ന് നാം എല്ലാവരും ഒന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ രോഗികളുടെ കണക്കും ചികിത്സയെപ്പറ്റിയും ആലോചിക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം രോഗം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ആലോചിക്കുന്നതിലാണ്. കാരണം എല്ലാവർക്കും വേണ്ടത് വലിയ വലിയ ആശുപത്രി നിർമ്മിക്കുക, അല്ലെങ്കിൽ ഡയാലിസിസ് സെൻറ്റർ നിർമ്മിക്കുക, അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത്. നമുക്ക് വേണ്ടത് എങ്ങനെ അതിലേക്ക് പോകാതിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും എന്നാണ്. ആരോഗ്യമുള്ള ഒരവസ്ഥ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു രോഗമില്ലാത്ത ഒരവസ്ഥ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ലോക ആരോഗ്യ സംഘടന ആരോഗ്യം എന്നതിനൊരു നിർവചനം നൽകിയിട്ടുണ്ട്. അത് ശാരീരികമായും
മാനസികപരമായും സാമൂഹികപരമായി സാമ്പത്തികപരമായി സുസ്ഥിര കൈവരിച്ച ഒരു ജനത എന്നാണ്. അല്ലാതെ നമുക്ക് പ്രഷറില്ല, ഷുഗറില്ല എന്ന് വെച്ചാൽ ആരോഗ്യമുണ്ട് എന്നല്ല. മറിച്ച് നമുക്ക് മാനസികമായി നല്ല സന്തോഷമുള്ള ഒരവസ്ഥ ഉണ്ടാകണം. സാമ്പത്തികമായി നമുക്കൊക്കെ ഒരു നിലനിൽപ്പ് ഉണ്ടാകണം. അതിനുശേഷം സമാധാനം വേണം. ഇതൊക്കെ കൂടിച്ചേർന്ന ഒരു കൂട്ടായ്മയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുത്താൽ നമുക്ക് ഇവിടെ ആശുപത്രികളുടെ ആവശ്യമില്ല, ഈ സെൻ്ററുകളുടെ ആവശ്യമൊന്നുമില്ല. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? നമുക്ക് ആരോഗ്യമുള്ള ഒരവസ്ഥ എങ്ങനെ ഉണ്ടാക്കണം? നമുക്കറിയാം, നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ 3-4 കാര്യം പറഞ്ഞാൽ, ഒന്ന് ശരിയായ ഭക്ഷണ രീതി, പിന്നെ ശരിയായ വ്യായാമം, ഭക്ഷണം, മാനസിക പിരിമുറുക്കം ഇല്ലാതിരിക്കുക. ഇങ്ങനെ പിന്നെ മറ്റുള്ള ചില കാര്യങ്ങളും കൂടി യോജിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ശരിയായ ഒരു ആരോഗ്യമുണ്ടാവുകയുള്ളൂ. ഭക്ഷണത്തിൻ്റെ കാര്യം ആദ്യം എടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണല്ലോ. എല്ലാ പ്രഭാഷണങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നതാണോ, നമുക്കെല്ലാവർക്കും ഭക്ഷണ രീതി വളരെ വ്യത്യസ്തമായ ഭക്ഷണ രീതിയാണ്. പക്ഷേ ശരിയായ ആരോഗ്യമുള്ള ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഒരു ബാലൻസ് ഡയറ്റാണ്. സമീകൃത ആഹാരം 3 നേരം കഴിക്കുന്ന ഒരാൾക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരിക്കാൻ ചാൻസ് ഇല്ല. എന്താണ് സമീകൃത ആഹാരം എന്ന് ഉദ്ദേശിക്കുന്നത്? 3 നേരവും നമ്മളെ ഭക്ഷണ രീതിയല്ല, നമ്മളിപ്പോൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയല്ല. എനിക്കറിയില്ല, എല്ലാവരും നമ്മൾ സാധാരണ രീതി നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം. ഇതിനെ ഞാൻ ഒന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇതൊരു എല്ലാം ഉൾക്കൊണ്ട ഒരു ബാലൻസ്ഡ് ഡയറ്റ്, അതായത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും അടങ്ങിയ ഒരു ഭക്ഷണം ഇത് 3 നേരവും വേണം. നമുക്കതില്ല. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ദോശ അല്ലെങ്കിൽ പുട്ട്, ഇഡ്ഡലി തുടങ്ങിയവ നമ്മൾ കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വേറൊന്നും കഴിക്കാറില്ല. ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ ചോറ്, കറി മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ കൂടെ മറ്റു ചിലത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറികൾ, മാംസ്യം, ഇതൊക്കെ ഓരോ നേരത്തെ ഭക്ഷണത്തിലും കുറഞ്ഞ അളവിൽ കൂട്ടിച്ചേർത്താൽ മാത്രമേ സമീകൃതാഹാരം ആവുകയുള്ളൂ. അതോടൊപ്പം തന്നെയാണ് തൈര്, മോര് തുടങ്ങിയവ. ഇതും ശരിയായ രീതിയിൽ ഓരോ ദിവസത്തെ ഭക്ഷണത്തിലും ഈ സമീകൃതമായ എല്ലാ ആഹാരങ്ങളും ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ശരീരത്തിൽ ഷുഗറും പ്രഷറും വരില്ല. ഷുഗറും പ്രഷറും വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ അത് വരാതിരിക്കാനുള്ള കാരണങ്ങൾ ഞാൻ പറയുന്നത് ഭക്ഷണക്രമങ്ങൾ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഓരോരുത്തർക്കും അത് മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിലെ ശീലിച്ച ഒരു ശീലമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതത് ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളിൽ നിന്നേ തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം കുട്ടികളിൽ നമുക്കറിയാം, നമ്മൾ 1 വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുക. നമ്മൾ 1 വയസ്സ് കഴിഞ്ഞാൽ കുട്ടി 2 വയസ്സ് 3 വയസ്സ് വരെ കഴിക്കുന്ന ഒരു വായിൽ കൊടുക്കുന്ന ടേസ്റ്റ് ആ കുട്ടിയുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാവുക. അതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. നമ്മൾ സാധാരണ ചെയ്യുന്ന 1 വയസ്സ് കഴിഞ്ഞ് കുട്ടിക്ക് കുറുക്ക് കൊടുത്തു കഴിഞ്ഞ് സാധാരണ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം 1 വയസ്സ് കൊടുക്കാൻ വേണ്ടി പറയും. പക്ഷെ നമ്മളധികം കൊടുക്കുകയെന്ന് വെച്ചാൽ രാവിലെ ചായൻ്റെ കൂടെ കുട്ടികൾക്ക് ഈ ബിസ്ക്കറ്റും റസ്ക് അതുപോലത്തെ സാധനങ്ങൾ കൊടുത്തു തുടങ്ങും. കുട്ടികൾക്ക് ഈ ബേക്കറി സമ്പ്രദായം ചെറുപ്പത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. 1 വയസ്സിൽ തന്നെ 2 വയസ്സുള്ള കുട്ടിക്കും 3 നേരം ബിസ്ക്കറ്റും മുട്ടായി, ചോക്ലേറ്റ് ഇതുപോലത്തുള്ള ബേക്കറി സാധനങ്ങൾ കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ കുട്ടി പിന്നെ എല്ലായ്പ്പോഴും 8 വയസ്സ് 9 വയസ്സ് വലുതാകുന്നവരെ കുട്ടിക്ക് അതിനോട് മാത്രമേ ആഗ്രഹമുള്ളൂ. കുട്ടിക്ക് ഈ ചെറുപ്രായത്തിൽ പച്ചക്കറികളോ അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണാഹാരങ്ങളൊന്നും കൊടുക്കുന്നില്ല. അത് കാരണമാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്, കുട്ടിക്ക് പ്രതിരോധ ശക്തി കുറഞ്ഞത്, കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ അസുഖങ്ങൾ വരുന്നത് അല്ലേ. നമുക്കറിയാം, നമ്മളെ കുട്ടികൾ അധികവും ഈ ജലദോഷ പനി പോലുള്ള രോഗങ്ങൾ കൂടാൻ കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ പ്രതിരോധ ശക്തി കുറയുന്നത് കൊണ്ടാണ്.
പ്രതിരോധത്തെ കുറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സമീകൃതാഹാരം നമ്മുടെ കുട്ടികളിൽ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ അത് എപ്പോൾ പ്രാക്ടീസ് എന്ന് വെച്ചാൽ കുട്ടി വലുതായ ശേഷമല്ല. കുട്ടി ജനിച്ച് കുട്ടി 1 വയസ്സ് മുതൽ ഭക്ഷണം തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു സമ്പ്രദായം, ഈ ഒരു ശീലം കുട്ടിക്ക് ശീലിപ്പിച്ചാൽ പിന്നെ കുട്ടി അത് കഴിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളിൽ ഇതുപോലത്തെ രോഗങ്ങളൊന്നും കാണില്ല. വളരെ ചെറിയൊരു ഉദാഹരണം, കഴിഞ്ഞ നമ്മുടെ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൂടുതൽ കടകളൊക്കെ അടങ്ങിയ സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊന്നും ഒരു രോഗം ഉണ്ടായിട്ടില്ല അല്ലേ? കോവിഡ് സമയത്തൊക്കെ വളരെ കുറഞ്ഞു പോയി രോഗങ്ങളൊക്കെ. കാരണം കടകളൊക്കെ അടഞ്ഞിരുന്നു, പുറത്തു പോക്കൊക്കെ കുറഞ്ഞിരുന്നു. ആ സമയത്ത് വളരെ കുറഞ്ഞു കുട്ടികളുടെ രോഗങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട് ഇതിനൊക്കെ കാരണം കോവിഡ് ആയതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ കുട്ടികളിൽ ഉണ്ടായിരുന്ന ഭക്ഷണ രീതി കുറച്ച് മാറിയപ്പോൾ തന്നെ കുട്ടിക്ക് എന്തില്ല, രോഗങ്ങളൊക്കെ കുറഞ്ഞു. അപ്പോൾ ഈ ഒരു ആഹാര രീതി അത് കുട്ടികളിൽ നിന്ന് തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ കുട്ടികളെ ശീലിച്ചാൽ മാത്രമേ കുട്ടി വലുതാകും തോറും അതുപോലുള്ളൊരു തലമുറയെ മാറാൻ പറ്റൂ. കാരണം വലിയ ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം അവർ പഴയ ഭക്ഷണ രീതി തന്നെ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഭക്ഷണ രീതി, അതുപോലെ തന്നെ വെള്ളം കുടിക്കുക എന്ന കാര്യം, നമ്മളെ ശരീരത്തിന് ഏറ്റവും പ്രതിരോധത്തെ കൂട്ടുന്ന സാധനമാണ് വെള്ളം കുടി. ശരിയായ രീതിയിൽ ശരിയായ അളവിൽ 25 കിലോ ഉള്ള ഒരാൾ ഒരു ദിവസം 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ അദ്ദേഹത്തിന് രോഗം ഉണ്ടാവില്ല. കാരണം പ്രതിരോധത്തെ കൂട്ടാൻ ഏറ്റവും നല്ല ഒരു വസ്തുവാണ് വെള്ളം. ഇപ്പോൾ നമ്മൾ 25 കിലോ വെയിറ്റുള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കുടിക്കണം. ഇപ്പോൾ 50 കിലോ ഉള്ള ആൾ 2 ലിറ്റർ വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളൊക്കെ അത് അലിഞ്ഞു പോകും. ആ അണുക്കൾക്ക് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറി, മത്സ്യങ്ങൾ, മാംസ്യങ്ങൾ, ഈ മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അതിൻ്റെ കൂടെ തന്നെ വെള്ളവും കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യില്ല, വൈറസുകളും അണുക്കളും ഒന്നും പ്രവേശിക്കുകയില്ല. അല്ലാതെ നമ്മുടെ പ്രതിരോധത്തെ താഴുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞ മഞ്ഞപ്പിത്തം തന്നെ, മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ രോഗം ഇപ്പം നമ്മുടെ എല്ലാ ചുറ്റുപാടും വളരെ കൂടിയിരിക്കുക. വില്യാപ്പള്ളി അറിയാം, സ്കൂളുകളിൽ മേമുണ്ട് സ്കൂളിലൊക്കെ കുട്ടികൾക്കൊക്കെ ഈ മഞ്ഞപ്പിത്തം പടരുന്നത് വെള്ളത്തിൽ കൂടിയാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സാധാരണ നമുക്കൊരു ധാരണയുണ്ട്, അത് സാധാരണ വെള്ളത്തിൽ നിന്ന് മാത്രമാണ് പകരുന്നതെന്ന്. അങ്ങനെയല്ലേ? നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ ഈ അടുത്ത കാലത്ത് നാം കണ്ട് 2 ചെറുപ്പക്കാരെ കണ്ണൂർ ജില്ലയിൽ മരണപ്പെട്ടതറിഞ്ഞു അല്ലേ? അവർ എന്താ ചെയ്തത്, അവർ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് അവിടുത്തെ ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു തട്ടുകടയിൽ നിന്ന് ഉപ്പിലിട്ട മാങ്ങ ഇത് കഴിച്ചതാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന തളിപ്പറമ്പ് മരിച്ച 2 സഹോദരങ്ങൾ. അപ്പോൾ അവിടെ ഉപ്പിലിട്ട വെള്ളത്തിൽ നിന്നാണ് വൈറസ് അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചത്. ഹെപ്പാറ്റൈറ്റിസ് എ ആണ്. വളരെ സാധാരണ രീതിയിൽ അത് 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് അത് മാറുന്നൊരു അസുഖമാണ്. പക്ഷേ ഇപ്പോൾ ആ വൈറൽ ഹെപ്പാറ്റൈറ്റിസിന് പറയുന്നത് അതിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാരകമായിരിക്കും. ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ ബാധിച്ചാൽ അത് നമ്മളെ കരളിനെ വളരെ വ്യാപകമായ രീതിയിൽ ബാധിച്ച് മരണത്തിലേക്ക് നയിക്കുന്നു. കഴിഞ്ഞ 1 വർഷം മാത്രം നമ്മുടെ കോഴിക്കോട്, നമ്മുടെ കേരളത്തിൽ മരിച്ചത് 58ഓളം ആൾക്കാരെന്നാണ് കണക്ക് പറയുന്നത്. അത് മെഡിക്കൽ കോളേജിലെ ശരിയായ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 1 വർഷം കൊണ്ട് 58 ആൾക്കാർ മരിച്ചു. അതിനു മുമ്പൊക്കെ 5-10 ആൾക്കാരൊക്കെ മരിക്കാറുള്ളൂ, വളരെ അപൂർവമായിരുന്നു. പക്ഷേ ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ഈ തോത്, അതിൻ്റെ വൈറസിൻ്റെ തീവ്രത കൂടി എന്നാണ് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ശരിയായ നമ്മുടെ ആരോഗ്യത്തിന് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ശുചിത്വം എന്ന് പറയുന്നത്. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം. നമ്മുടെ വ്യക്തി ശുചിത്വം വളരെ പ്രാധാന്യമാണ്. വ്യക്തി ശുചിത്വം എന്ന് പറയുമ്പോൾ അതും നേരത്തെ പറഞ്ഞത് കുട്ടികളിൽ നിന്നേ ആരംഭിക്കണം. ഈ കൈ കഴുകുക എന്ന് പറയുന്നത് നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നത്. കാരണം കോവിഡ് സമയത്ത് എല്ലാവരും കൈ കഴുകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തം വന്ന ശേഷം തന്നെ ഞങ്ങൾ സ്കൂളുകളിൽ പരിശോധനയ്ക്ക് പോയപ്പോൾ അവിടെ നോക്കി, ചെറിയ മക്കൾ, ചെറിയ LKG മുതൽ പഠിക്കുന്ന കുട്ടികളിൽ കൈ കഴുകുന്ന ശീലമില്ല. അവർ ഉച്ചക്ക് ഭക്ഷണത്തിന് വെല്ലടിച്ച് കഴിഞ്ഞാൽ നേരെ സാധാരണ വെള്ളത്തിലൊന്ന് കൈ ജസ്റ്റ് ഒന്ന് കഴുകുക, നേരെ പോയി ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം ഏറ്റവും കൂടുതൽ പകരുന്നത് ടച്ചിങ് കൂടിയാണ്. വളരെ പെട്ടെന്ന് പകരും. ഇപ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു ഹോട്ടലിൽ പോയി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയിട്ട് അവിടുത്തെ പൈപ്പ് തൊട്ടാൽ മതി. പൈപ്പ് തൊട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനു മുമ്പ് ടച്ച് ചെയ്ത ആൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടച്ച് ചെയ്ത് നമ്മളാണെങ്കിൽ ഇതുപോലുള്ള ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൈകൾ കൂടി വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് മഞ്ഞപ്പിത്തം ആയി മാറും. അപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്കറിയില്ല. നമ്മൾ വെള്ളം തിളപ്പിച്ചായിട്ട് വെള്ളം മാത്രം കുടിക്കുക എന്ന ഇതിലേക്ക് മാറും. അതുമാത്രമല്ല, അതിനേക്കാൾ വളരെ പ്രാധാന്യം നമ്മളെ കൈ ശുചിത്വമാണ്.
നമ്മൾ മലയാളികൾ കുളിക്കുക എന്ന് പറയും. നമ്മൾ കുളിക്കുന്നത് പോലെ തന്നെ അതിലും പ്രാധാന്യമാണ് കൈ കഴുകുക എന്നത്. അതിന് വളരെ പ്രാധാന്യത്തോടെ പറയുന്നത് ഇവിടെയുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കി. നമ്മളെ കുട്ടികളിൽ, നമ്മുടെ വീടുകളിൽ ഈ സാനിറ്ററി സമ്പ്രദായം ഉണ്ടല്ലോ, നമ്മൾ ഈ ഹാൻഡ് വാഷ് വെക്കുക. ഹാൻഡ് വാഷ് വെച്ചിട്ട് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിലും ടോയ്ലറ്റൊക്കെ പോയി തിരിച്ച് വന്നാൽ, അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഉറങ്ങെഴുന്നേറ്റ ഉടനെ ഉറങ്ങുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഈ കൈ 2 മിനിറ്റ്, ചുരുങ്ങിയത് 20 സെക്കൻഡ് വെള്ളത്തിൽ സോപ്പിട്ട് കഴുകണം എപ്പോഴും. അങ്ങനെ കഴുകി തുടങ്ങിയാൽ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ രോഗങ്ങൾ മാറിക്കിട്ടും. നമ്മൾ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ ചെറിയ ബേസിക് 1-2 കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഹാൻഡ് വാഷ് എന്ന് പറഞ്ഞ സമ്പ്രദായം ഈ മഞ്ഞപ്പിത്തം മാത്രമല്ല, നമ്മുടെ സാധാരണ നാട്ടിലുള്ള ജലദോഷ പനി പോലുള്ള രോഗങ്ങളുണ്ടല്ലോ, അതും ഒരു വീട്ടിലുള്ള ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും പകരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വ്യക്തി ശുചിത്വം, അത് ഹാൻഡ് വാഷിൽ കൂടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അത് നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മൾ വീടുകളിൽ ആ ഒരു ഇത് കുട്ടികൾക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ചെറിയ മക്കൾക്ക് തുടങ്ങിയാൽ മാത്രമേ അത് നമ്മളെ സ്വാഭാവികമായും നമ്മളെ കുടുംബത്തിൽ അതൊരു ശീലമാക്കി മാറ്റിയെടുക്കാൻ പറ്റുക. അപ്പോൾ അത് ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ശുചിത്വം, കൈ ശുചിത്വം എന്നുള്ളത്. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലത്തും ജ്യൂസുകളിൽ ഇപ്പം കുടിക്കുന്ന വളരെ ശ്രദ്ധിക്കണം. കാരണം പല സ്ഥലങ്ങളിലും ഈ വെള്ളം പരിശോധനയ്ക്ക് അയക്കുന്നില്ല. ശരിയായ ആരോഗ്യവകുപ്പിൻ്റെ നിയമപ്രകാരം കൊല്ലത്തിൽ 2 പ്രാവശ്യം വെള്ളം ടെസ്റ്റ് ചെയ്യണമെന്നാണ്. പക്ഷേങ്കിൽ പല കടകളിലും അങ്ങനെ ചെയ്യുന്നതില്ല. അപ്പോൾ അവിടെയുള്ള ഈ വെള്ളം കുടിക്കുന്നതിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ അണുബാധ ഉണ്ടാകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന് മാനസിക സംഘർഷം. മാനസിക സംഘർഷമാണ് മറ്റൊരു കാരണം. എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി നിങ്ങളോട് വ്യക്തമായ ഒരു ക്ലാസ് എടുക്കാൻ എന്തായാലും ശ്രേയ സാർ ഇവിടെ എത്തും. അദ്ദേഹം അത് പ്രതിപാദിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം വ്യായാമമാണ്. വ്യായാമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിയായ ഒരു ആരോഗ്യത്തിന് കൃത്യനിഷ്ഠതയുള്ള ഒരേ സമയത്ത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ വ്യായാമം എന്ന് പറയുന്നത് വളരെ പ്രായം കഴിഞ്ഞ് 60 വയസ്സ് തുടങ്ങേണ്ടതല്ല. ആദ്യമേ ജീവിതത്തിൽ എല്ലാ സമയത്തും നമുക്ക് മിനിമം ഒരു 30-40 മിനിറ്റ് ഒരു ദിവസം ഒരാൾ വ്യായാമം ചെയ്യാൻ നിർബന്ധമാണ്. അതുപോലുള്ളൊരു ശീലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ നമുക്ക് ഇതുപോലുള്ള രോഗങ്ങളൊക്കെ തടയാൻ കഴിയും. അല്ലാതെ നമ്മൾ രോഗത്തിനെ പറ്റി അല്ലെങ്കിൽ രോഗത്തിൻ്റെ തീവ്രതയെ അന്വേഷിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് ഇതൊന്നും മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മഞ്ഞപ്പിത്തം, ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്നതിന് വേറെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോഴിനി അടുത്ത വർഷമൊക്കെ ഇനി കൂടിക്കൂടി വരും. ഇനി കഴിയുന്ന ആൾക്കാർക്കൊക്കെ വാക്സിൻ എടുക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എൻ്റെ വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ അതൊരു 2 വാക്സിനേഷൻ കുട്ടികൾക്ക് 1 വയസ്സ് 2 വയസ്സിന് മുകളിലെ കുട്ടിയൊക്കെ എടുക്കാം. അത് നമ്മൾ ഗവൺമെൻറ് സെക്ടറിലില്ല, പ്രൈവറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് വാക്സിൻ എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് പിന്നെ മോചിതമാകാൻ സാധിക്കും. ഏതായാലും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാറോടെ എത്തിയിരിക്കുന്നുണ്ട്. സുരേഷ് സാറെ പ്രസംഗം നമുക്ക് എല്ലാവർക്കും കേൾക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹിച്ചിരിക്കുന്നതായിരിക്കും. ഇത്രത്തോളം ഞാൻ പറഞ്ഞു വന്നത് ശരിയായ ആരോഗ്യത്തിൻ്റെ ചില ലക്ഷണങ്ങൾ. ശരിയായ ആരോഗ്യം നമ്മുടെ നേരത്തെ പറഞ്ഞ സാമൂഹികപരമായും നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ വെറും മനസ്സിൻ്റെതാണ് ഏറ്റവും വലിയ ടെൻഷൻ. അതിനെപ്പറ്റി കുറേ സംസാരിക്കാനുണ്ട്. കാരണം പല രോഗങ്ങൾക്ക് ഇന്ന് കാരണം ടെൻഷനാണ്, മാനസിക സംഘർഷമാണ്. എല്ലാവരും മുട്ട കഴിക്കാതിരിക്കാൻ നോക്കും. മുട്ട കഴിച്ചാൽ കൊളസ്ട്രോളാണ് അറ്റാക്ക് എന്ന് പറയും. ശരിക്ക് അതിൽ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ കൂടുന്ന അല്ലെങ്കിൽ മാനസിക സംഘർഷമാണ് ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും കൂടുതലായി കാരണമായിട്ടുള്ളത്. അപ്പോൾ മാനസിക സംഘർഷം, പിരിമുറുക്കം അതിന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലാണ്. 30% വരുന്ന രോഗികളിൽ, ഒരു ഹോസ്പിറ്റലിൽ വരുന്ന 30% രോഗികൾക്ക് മാനസിക സംഘർഷമാണ്. അതുകൊണ്ടാണ് മാനസിക സംഘർഷം എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അത്രത്തോളം എല്ലാ രോഗത്തിൽ നിന്നും മോചിതമാകാൻ സാധിക്കും. നമ്മുടെ പ്രതിരോധശക്തി കൂട്ടാൻ വേണ്ടി നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് മാനസിക സംഘർഷം, പിരിമുറുക്കം കുറക്കുക എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സമീകൃത ആഹാരം കഴിക്കുക, ശരിയായ വ്യായാമം, ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കം കുറക്കുക. ഇതെല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധശക്തി കൂടും. അതുവഴി നമുക്ക് രോഗങ്ങളെ തടയാൻ സാധിക്കും. ഏതായാലും ഇനിയും കുറേ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ
സുരേഷ് ബാബു ചിറ്റാരിപ്പറമ്പ്, നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമുക്ക് ശ്രവിക്കാം. ഇത്രത്തോളം സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി ഇതിൻ്റെ ഒരു ആശംസകൾക്ക് വേണ്ടി OP മുസാജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം. വേദിയിലുള്ള പ്രഗത്ഭന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ആശംസ പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇബ്രാഹിക്കയുടെ പ്രസംഗത്തിൽ ചെറിയൊരു പ്രയാസം നമുക്ക് കേൾക്കാനിടയായി. ഇബ്രാഹിക്കാണ് നിങ്ങൾ പറയാണ്, ഇബ്രാഹിക്ക ഞങ്ങളെല്ലാവരും നിങ്ങൾക്കെല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുകയാണ്. ചില ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ ചില അസ്വാഭാവിക സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ വില കൊടുക്കരുത്. നിങ്ങൾക്ക് എല്ലാവരും, എല്ലാ സഹോദരി സഹോദരന്മാരും നാട്ടിൽ ഈ കുരിക്കിലാൽ പ്രത്യേകിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതാണ്. ഒരു പ്രയാസമില്ലാതെ ധൈര്യസമേതം നിങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസ പ്രസംഗിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സുരേഷ് സാറിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന് ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. മഹത്തായ കർമ്മങ്ങൾ നടത്തുവാൻ മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചതായി. മനുഷ്യനെയാണ് ഏറ്റവും ഒടുവിൽ ഭൂമിയിലേക്ക് അയച്ചത്. ഏറ്റവും ഒടുവിൽ വന്ന ജീവി മനുഷ്യനാണ്. അതിനു മുമ്പ് ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. ആ ജീവജാലങ്ങൾക്കെല്ലാം എന്തായിരുന്നു ദൗത്യം? ഭക്ഷണം ഉണ്ടാക്കുക. ഭക്ഷണം തേടി ഉണ്ടാക്കലല്ല, ഭക്ഷണം കഴിക്കുക. ഉണ്ടാക്കി തിന്നലില്ല, കിട്ടിയത് കഴിക്കുക, വീണത് പെറുക്കി തിന്നുക, മൃഗങ്ങളെ കൊന്നു തിന്നുക. രണ്ടാമത്തത് വിസർജനം നടത്തുക. കഴിച്ചാൽ പോരല്ലോ, വിസർജനം നടത്തുക. മൂന്നാമത്തത് ഉറങ്ങുക. നാലാമത്തത് ഇണചേരുക, പുതിയ സന്താനങ്ങളെ സൃഷ്ടിക്കുക. ഈ 4 ദൗത്യം മാത്രമാണ് മനുഷ്യന് മുമ്പ് ഈ ജീവജാലങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈ 4 കർമ്മങ്ങൾ നടത്താനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ റേഷൻ കാർഡ് പേര് ചേർക്കുന്നത്? റേഷൻ കാർഡിൽ മനുഷ്യന്മാർക്ക് മാത്രമുള്ളതാ. നിങ്ങളുടെ വീട്ടിലെ മൃഗങ്ങൾക്കൊന്നും റേഷൻ കാർഡ് പേരില്ല. ഈ മൃഗങ്ങളുടെ പണി മാത്രം എടുക്കുന്നുണ്ട്. പിന്നെ റേഷൻ കാർഡ് പേര് ചേർക്കാൻ നിങ്ങൾ മനുഷ്യരല്ലെന്നർത്ഥം. നമ്മൾ മനുഷ്യരാവുന്നത് നമ്മുടെ രൂപഭംഗി കൊണ്ടോ ഒന്നുമല്ല. രൂപം നോക്കിയിട്ടാണെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാവക്കേണ്ടത് പിണറായി വിജയനെയല്ല, തെച്ചിക്കാട്ട് രാമചന്ദ്രനെയാണ്. ആരാ തെച്ചിക്കാട്ട് രാമചന്ദ്രൻ? ഏത് പാർട്ടിക്കാരനാണെന്നറിയോ? കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആന. ആനേനെ ആരോ മുഖ്യമന്ത്രിയാക്കുമോ? ഇല്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ പിറകിൽ, മനുഷ്യൻ മൃഗത്തിൽ നിന്നും മാറി വന്നതിൻ്റെ പിറകിൽ വലിയ ചരിത്രമുണ്ട്. അമ്പലവും പള്ളിയും പ്രാർത്ഥനയും ബാങ്ക് വിളിയും എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു മൃഗം മാത്രമായിരുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. അവരെ വിളിക്കുന്നത് ഹോമോസോപ്പിയൻസ് എന്നാണ്. അവർക്ക് അന്ന് പേരില്ല. അന്നൊന്നും മൃഗത്തിനൊന്നും മൃഗങ്ങൾ പേരിട്ടിട്ടില്ലല്ലോ, നമ്മളല്ലേ എല്ലാത്തിനും പേരിട്ടത്. നായക്കറിയോ നായൻ്റെ പേര് നായയാണെന്ന്? ഇല്ല. താൻ ആനയാണെന്നറിയുന്ന ഒരു ആനയും ലോകത്തില്ല. എല്ലാ ജീവജാലങ്ങൾക്കും പേരിട്ട് നമ്മളാ, അല്ലേ? നമ്മളാണ്. അപ്പോൾ അന്ന് ഹോമോസോപ്പിയൻസ് എന്ന് നമ്മളിപ്പം പേരിട്ടതാ, അവർക്കന്നറിയില്ല. അവര് ചിമ്പൻസിയെ പോലെ, ഒറാങ്കുട്ടനെ പോലെ, ഗൊറില്ലയെ പോലെ ഒരു വിഭാഗം മാത്രമായിരുന്നു. അവരുടെ ഇടയിൽ ജാതി വ്യത്യാസമുണ്ടോ? മതമുണ്ടോ? ഉടുതുണിയില്ല, വീടില്ല, വിദ്യാഭ്യാസമില്ല, കൃഷിയില്ല, ഒന്നുമില്ല. രാവിലെ എണീറ്റാ ഭക്ഷണം തേടി പോകും. ഉണ്ടാക്കി തിന്നുന്ന പരിപാടിയില്ല. കിട്ടിയത് കളച്ച്, മണ്ണ് കളച്ച് കിഴങ്ങ് തിന്നും, വീണത് പെറുക്കി തിന്നും, മരത്തുമക്കേരി കുലുക്കിപ്പറിച്ച് തിന്നും, മൃഗങ്ങളെ കൊന്നു തിന്നും. ഇത്രയേ ഉള്ളൂ. വയറ് നിറഞ്ഞ അവിടെ കിടക്കും, പിന്നെയും നടക്കും. കാലാവസ്ഥയുടെ മാറ്റവും ഭക്ഷണത്തിൻ്റെ ലഭ്യതയും നോക്കി 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 അവരിങ്ങനെ യാത്ര ചെയ്യും. യാത്ര ചെയ്തിട്ട് ഈ ഭൂമിയിൽ എല്ലാ വൻകരകളിലും അവരെത്തി. അവരുടെ ഇടയിൽ പക്ഷെ 2 ജാതി ഉണ്ടായിരുന്നു. ഏതാ ജാതി? ആണുജാതിയും പെണ്ണ് ജാതിയും ഉണ്ടായിരുന്നു. അതെല്ലാ പക്ഷികളിലുമുണ്ട്, മൃഗങ്ങളിലുമുണ്ട്.
എല്ലാ സസ്യങ്ങളിലുമുണ്ട്. ആൺപൂവുണ്ട്, പെൺപൂവുണ്ട്. അങ്ങനെ ഭക്ഷണം തേടി പോകുമ്പോൾ ഇടക്ക് പെണ്ണിന് ആണിൻ്റെ കൂടെ പോകാൻ പറ്റൂല. എന്തായിരിക്കും? പെണ്ണിന് മാത്രമുള്ള ചില പ്രത്യേകതയുണ്ട്. എന്താ അത്? കുഞ്ഞുണ്ണി മാഷ് ഒരു കവിത കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആണിൻ്റെ അമ്മ പെണ്ണ്, പെണ്ണിൻ്റെ അമ്മയും പെണ്ണ്, ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം. കുഞ്ഞുണ്ണി മാഷ കവിത. ആണിനെ പെറ്റതും പെണ്ണിനെ പെറ്റതും ആരാ? പെണ്ണ. സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് പറയുന്നത് വെറുതെ ഒരു ഫാഷനായിട്ട് പറയുന്നതല്ല. നമ്മുടെ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് പെണ്ണല്ലേ. ആണുങ്ങൾ നിക്ഷേപവും നടത്തി അങ്ങ് പൂവ കൊണ്ടു 10 മാസം ചുമന്ന് നടക്കേണ്ടതും പ്രസവവേദന അനുഭവിക്കേണ്ടതും മുലയൂട്ടേണ്ടതും ഇതിനെ എടുത്ത് നടക്കേണ്ടതല്ല പെണ്ണ. അതുകൊണ്ട് നമ്മൾക്കെല്ലാം ഒരമ്മയും ഉമ്മയുമുണ്ട്. ആ അമ്മയും ഉമ്മയുമാണ് നമ്മുടെ ജീവിതത്തെ മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവന്നത്. നമ്മളെ അക്ഷരം പഠിപ്പിച്ചതാരാ? നമ്മളെ അക്ഷരം പഠിപ്പിച്ചത് LKGയിലെ UKGയിലെ അംഗനവാടിയിലെ മാഷല്ല, ടീച്ചറല്ല, 1-ാം ക്ലാസ്സിലെ മാഷുമല്ല. അക്ഷരമെന്ന് പറഞ്ഞാൽ എഴുത്തല്ലല്ലോ, ഓത്തല്ലേ. പള്ളിയിൽ ഓതാൻ പോക്കല്ല, മദ്രസയിൽ ഓതാനാ പോകുന്നത്, എഴുതാനല്ല. ശബ്ദമാണ് അക്ഷരം. മടി കിടത്തിയിട്ട് താരാട്ട് പാട്ട് പാടുന്ന അമ്മ ഉമ്മ താരാട്ട് പാട്ട് പാടുമ്പോൾ കുട്ടി ഇങ്ങനെ ഉമ്മാൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഉമ്മ വായ പൂട്ടി തുറന്നിട്ട് ഒരു ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. കുട്ടിക്ക് അത് കണ്ടിട്ട് അതുപോലെ എന്തോ പറയണമെന്ന് തോന്നും. കുട്ടി വായ പൂട്ടി തുറന്നിട്ട് ഒച്ച ഉണ്ടാക്കും. ചുണ്ട് പൂട്ടി തുറന്നാൽ കിട്ടുന്ന അക്ഷരാണ് ഉമ്മ. മനസ്സിലായോ? അമ്മ, ഉമ്മ, മമ്മി, മദർ, മാതാ, മാം, മായുണ്ട്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി എന്ന് വള്ളത്തോൾ നാരായണമേനോൻ്റെ ഒരു കവിതയുണ്ട്. ഉമ്മ. പിന്നെയാണ് ഒരു മീശക്കാരൻ വരും. കുട്ടീനി അന്നേരം നീറ്റാണെങ്കിൽ എടുക്കൂ. കുളിപ്പിച്ച് നീറ്റാണെങ്കിൽ മീശക്കാരൻ വന്നാൽ എടുക്കൂ. അല്ലെങ്കിലോ വാറ്റുന്ന് പോക്കുന്നുണ്ട്, മൂക്കുന്ന് ഒലിക്കുന്നുണ്ടെങ്കിൽ എല്ലാം കരയുന്നുണ്ടല്ലോ അമ്മക്ക്. ആരാ ഈ മീശക്കാരൻ? കുട്ടിക്ക് അറിയില്ലല്ലോ ഇത് ഉമ്മാൻ്റെ കെട്ടിയോനാന്ന്. കാരണം ഉമ്മാൻ്റെ മംഗലത്തിന് കുട്ടീനെ ക്ഷണിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഇത് കുട്ടി ഉമ്മാൻ്റെ കെട്ടിയോനാന്നറിയാം? ആ മീശക്കാരൻ കുറച്ച് കടുപ്പത്തിലാ ഉമ്മ എന്ന് പറയുന്നത്, കുട്ടി കടുപ്പത്തിൽ ഉമ്മ എന്ന് പറയും. അതാ ഉപ്പ. മനസ്സിലായോ? ആ മീശക്കാരന് ഉപ്പ. ഉമ്മ എന്നുള്ളത് കടുപ്പത്ത് പറഞ്ഞ ഉപ്പ. നാവ് അണ്ണാക്ക് പറ്റിച്ചിട്ട് വർത്തമാനം പറയുന്നത് കുട്ടി കണ്ടിട്ട് കുട്ടീൻ്റെ നാവ് അണ്ണാക്ക് പറ്റിച്ചിട്ട് ഒരു ഒച്ചയുണ്ടാക്കും. അത് അച്ഛ. നാവ് അണ്ണാക്ക് പറ്റിച്ചാൽ കിട്ടുന്ന അക്ഷരം അച്ഛ. അത് അച്ഛ. ഉമ്മ, അമ്മ, അച്ഛൻ, അമ്മ എന്നൊക്കെ വർത്തമാനം പറയാൻ പഠിച്ച കുട്ടിയാണ് സ്കൂളിലെ മാഷന്മാർ. ഞാൻ പഠിച്ച സ്കൂളിലെ മൂസ മാഷുണ്ട് അക്ഷരം പഠിപ്പിക്കാനൊരു സൂത്രം. റോഡുമേൽ ബട്ടത്തിലിട്ടാ ഠാ പാട്ട് പാടും. ഈ ബട്ട എന്താന്ന് കുട്ടി അറിയണ്ടേ? എന്നല്ലേ ബട്ടത്തിലിട്ടാ ഠാ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ബട്ടത്തിലിട്ടാ ഠാ പകുതി മാച്ചാറാ ഉള്ളുക്കൂട്ടിയാരാ ഉന്തിക്കയറ്റിയ പുറത്തിറക്കിയ താ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ഷരത്തിൻ്റെ ചിത്രം വരച്ചു തന്നു. യഥാർത്ഥത്തിൽ അക്ഷരമെന്ന് പറയുന്നത് ചിത്രമല്ല, നാദമാണ്, ശബ്ദമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പ്രയാസപ്പെട്ട് കിടക്കുമ്പോൾ അയാൾക്ക് എഴുതിയിട്ട് പ്രയാസപ്പെടേണ്ട കേട്ടോ, ആശ്വസിക്കുക എന്ന് എഴുതി കൊടുത്താൽ അയാൾക്ക് ആശ്വാസം ഉണ്ടാവുമോ? എന്നാൽ ചുമലൊരു കയ്യും വെച്ചിട്ട് കരയല്ല മോളെ, കരയല്ല മോനെ, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാവുമെന്ന ശബ്ദത്തിലുള്ള സാന്ത്വനമാണ് സാന്ത്വനം. പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബ്ദമാണ്, അല്ലേ? ശബ്ദമാണ് മനുഷ്യൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്നത്. നാദത്തിലൂടെയാണ് ഹിന്ദു ദൈവങ്ങൾക്കെല്ലാം ഒച്ച പ്രാർത്ഥനയിലൂടെയാണ് ദൈവങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങളുടെ നാട്ടിലെ തെയ്യക്കാവുകളിൽ ദൈവങ്ങൾ ഉണ്ടാവുന്നത് തോറ്റം പാടിയിട്ടാണ്. തോറ്റപ്പാട്ടിലൂടെയാണ് ദൈവങ്ങൾ മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്നത്. നാദാത്മികേ മൂകാംബികയെ പ്രാർത്ഥിക്കുന്നത്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പറഞ്ഞാൽ മൂകാംബിക പാഞ്ഞു കുന്നും കയറും. അതിന് പകരം കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി എന്ന് പാടണം. അങ്ങ് മദീനയിൽ ഒരു ദിവസം മദീന നിവാസികൾക്കൊക്കെ ഭ്രാന്തളകുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു.
കാരണം വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അറിയാതെ സ്തംഭിച്ചു നിന്നിട്ട് എല്ലാത്തിനും മാനസിക രോഗികളാകുന്ന അവസരം ഉണ്ടായിരുന്നു. എപ്പോഴായിരുന്നു? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞ ദിവസം ആ വാർത്തയെ വിശ്വസിക്കാൻ പറ്റാതെ മദീന നിവാസികളെല്ലാം സ്തംഭിച്ചു നിന്നിട്ട് എല്ലാം മാനസിക രോഗികളായി നിൽക്കും. കരയാതിരുന്നിട്ട്, പ്രതികരിക്കാതിരുന്നിട്ട്. കരയേണ്ടടുത്ത് കരയണം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. അപ്പോഴാണ് നബിയുടെ ശിഷ്യനായിരിക്കുന്ന കാപ്പിരിയായിരിക്കുന്ന ഒരു ബിലാൽ എന്ന് പറയുന്ന ശിഷ്യൻ, കാപ്പിരിയാണ് അവൻ പള്ളിയിൽ കയറിയിട്ട് നടത്തിയ അതിസങ്കീർണമായ നാദത്തോടുകൂടി ഒരു ബാങ്ക് വിളിയുണ്ട്. ആ ബാങ്ക് വിളിയുടെ ദൈന്യത കേട്ടിട്ട് മദീനാനിവാസികൾ അത് കേട്ട് പൊട്ടി 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 കരഞ്ഞില്ലായിരുന്നുവെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എല്ലാവർക്കും ഭ്രാന്തളകുമായിരുന്നു എന്നാണ്. ആ ബിലാലിൻ്റെ ബാങ്കിൻ്റെ ഒലികൾ കാലപ്പഴക്കം കൊണ്ട് മായ്ക്കാൻ പറ്റില്ല എന്നൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? കാലപ്പഴക്കത്താൽ മായ്ക്കാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ? ഖുറാന്റെ കുളിരിടും വാക്യങ്ങളെന്നുമേ കരളിലെ കറകൾ തഴുകിടുന്നു. 1000 കാതം അകലെയാണെങ്കിലും മായാതെ മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന, അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാമലയുടെ ചോട്ടിൽ സാഫല്യം തേടി തേടിയോരെല്ലാം എന്ന പാട്ടില്ലേ? നാദമാണ് പ്രധാനം. ആ നാദത്തിൽ അക്ഷരം പഠിപ്പിച്ചത് ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മയാണ് പ്രാധാന്യം. അവൾ പ്രസവിച്ചവളാണ്, അവൾ മുലയൂട്ടിയവളാണ്, അവളാണ് നമ്മുടെ ഹൃദയത്തിൽ ആർദ്രത സൃഷ്ടിച്ചത്. ഈ ആർദ്രത സൃഷ്ടിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് പരിഗണിക്കപ്പെടേണ്ടവർ അവഗണിക്കപ്പെട്ടു പോകുന്നത്, മനുഷ്യനല്ലാതായി മാറുന്നത്. എനിക്ക് തിന്നാ മതി, എനിക്ക് പൊറോട്ട, എനിക്ക് ചിക്കൻ, എനിക്ക് ബീഫ്, ഇത് മതി എന്ന് പറയുമ്പോഴാണ് ഒരു സമൂഹം മൃഗസമൂഹമാകുന്നത്. 2 പട്ടിക്കുട്ടികൾക്ക് ഒരിറച്ചിക്കഷ്ണം കിട്ടി, പകുതി മുറിച്ച് നീ എടുത്തോടോ, പകുതി എനക്കും തന്നേ എന്ന് പറയാൻ, പകുതിയെന്നോ മുറിക്കുകയെന്നോ നീ എന്നോ എടുത്തോന്നോ പറയാനുള്ള വാക്കുകൾ പട്ടിക്കറിയില്ല. അതിനാകെ മാർഗം എന്താ? കയ്യൂക്കുള്ളോ കാര്യക്കാരൻ, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. കയ്യൂക്ക അടി കൂടിയിട്ട് ആർക്കാ കിട്ടുന്ന അത് കൊണ്ടേ തിന്നും. നാം മനുഷ്യന് നമുക്ക് പങ്കുവെക്കാമെന്നുള്ള വാക്ക് തന്നത് എന്തിനാണ് വാക്കുകൾ, അക്ഷരങ്ങൾ തന്നത്? വെറുക്കാനും തെറി പറയാനും കുറ്റപ്പെടുത്താനും പാരവെക്കാനും ആണെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യ നിനക്ക് അക്ഷരവും ഭാഷയും പഠിപ്പിച്ചു തന്നത്? ഭാഷകളെല്ലാം ഉണ്ടായത് സ്നേഹത്തിനാണ്. ഈ വർത്തമാനം പറയാൻ പഠിച്ച മനുഷ്യൻ എഴുതി വെക്കാൻ അക്ഷരങ്ങളില്ലാത്ത കാലത്ത് ഭാരതത്തിൽ പണ്ട് ഇത് എഴുതി വെക്കാൻ എന്താ മാർഗം എന്ന് അന്വേഷിച്ച് നടക്കുക. കാരണം ഞാനിപ്പോൾ പറയുന്നതല്ല, ഇപ്പം വീഡിയോ പിടിക്കുന്ന കൊണ്ട് അത് കിട്ടൂ. ഇല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ തന്നെ ഇല്ലാതാവില്ലേ? ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നം എന്താ? ഉണ്ടാവും തന്നെ ഇല്ലാതാവും. അപ്പോൾ ഈ ഞാൻ പറയുന്ന ചിന്തകൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന സ്നേഹം, എൻ്റെ വേദനകൾ, വികാരങ്ങളൊക്കെ എല്ലാ കാലത്തുള്ള മനുഷ്യരെ അറിയിക്കാൻ എന്താ മാർഗം? ദേശത്തിനപ്പുറത്തേക്ക് അറിയിക്കാൻ എന്താ മാർഗം? കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് എങ്ങനെ എത്തിക്കണമെന്ന് മനുഷ്യൻ ആലോചിച്ചു. കാലത്തിനും ദേശത്തിനും അപ്പുറത്ത്. ആ കാലത്തിനപ്പുറത്തേക്ക് പോകാനുള്ളൊരു തോണിയുണ്ട്. സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക്, കാലത്തിനറ്റത്തു പോകാം. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി, അമ്മ കാത്തുണ്ടായൊരുണ്ണി എന്ന പാട്ടിലെ വരിക. സ്നേഹം കൊണ്ടത്തിൻ്റെ തോണിയിലേറിയിട്ട് കാലത്തിൻ്റെ അറ്റത്തിലേക്ക് പോകാൻ കഴിയുന്നവൻ മനുഷ്യൻ മാത്രമാ. കാരണം സ്നേഹമെന്ന് പറയുന്നത് ബീഫിലോ ഇറച്ചിയിലോ പച്ചക്കറിയിലോ ഒന്നും കിട്ടുന്ന സാധനമല്ല. സ്നേഹമെന്ന് പറയുന്നത് മനസ്സിൽ ഉണ്ട് പൂക്കൽ, മനസ്സ് പുഷ്പിക്കലാണ്. ആ മനസ്സ് പുഷ്പിക്കുന്നത് ആ പണ്ടത്തെ മനുഷ്യൻ ഇത് കാലത്തിനപ്പുറത്തേക്ക് തൻ്റെ വികാരങ്ങൾ എന്താ എങ്ങനെയാണ് എത്തിക്കുക എന്ന് അറിയാതെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു തൂവൽ വീണ് കിട്ടിയത്. ആ തൂവൽ എടുത്തിട്ട് പക്ഷിയോട് ചോദിച്ചു, ഇവൻ എന്തിനാ ഈ തൂവൽ എനിക്ക് തന്നത്? ചോദിക്കാൻ എന്തിനാണ് തൂവൽ എന്നുള്ള വാക്കൊന്നുമില്ല, പക്ഷെ മനസ്സിൽ ആശയമുണ്ട്.
മനസ്സിലാശയമുണ്ട്. അപ്പോൾ പക്ഷി ചിറകടിച്ച് ചിലക്കുന്നത് കേട്ടിട്ട് ഇവൻ കരുതി എന്നോട് പക്ഷി സംസാരിക്കുകയാണ്. എന്ത്? നിന്റെ മനസ്സിലുള്ളത് എഴുതി വെക്കാനുള്ള തൂലികയാണത്. എഴുതിയത് ആദ്യം തൂവൽ മഷിയിൽ മുക്കിയിട്ടാണ്. അപ്പോൾ ഇവൻ ചോദിച്ചു, എഴുതി വെക്കാൻ മഷി വേണ്ടേ? അപ്പോൾ കദളിച്ചെടിയുടെ ഇലകൾ കാറ്റത്തിങ്ങനെ ആടുന്നത് കണ്ടപ്പോൾ ഇവൻ വിചാരിച്ചു എന്നെ ഇങ്ങോട്ട് മാടി മാടി വിളിച്ചതാണെന്ന്. അടുത്ത് ചെന്നപ്പോൾ കദളിച്ചെടി കാറ്റടിച്ച് ദലമർമരങ്ങളിലൂടെ സംസാരിക്കുന്നതായിട്ട് തോന്നുകയാണ്. എൻ്റെ കറുത്ത കായകൾ പിഴിഞ്ഞെടുത്തിട്ട് ആ മഷിയിൽ മുക്കി എഴുതിക്കോ. അപ്പം മഷി കിട്ടി. ഇനി എഴുതാൻ കടലാസ് വേണ്ടേ? അപ്പോൾ പൂതണക്ക് എന്ന് പറയുന്നൊരു മരം ഉണ്ടായിരുന്നു. പൂതണക്ക്. ഈ മരത്തിൻ്റെ പ്രത്യേകത കിഴങ്ങിൻ്റെ തൊലി പോലെ പലയട്ടി പൊളിച്ചെടുക്കാം. അപ്പോൾ പൂതണക്ക് പറഞ്ഞു, എൻ്റെ തൊലി പൊളിച്ചിട്ട് ഉണക്കിയിട്ട് അതിൽ എഴുതിക്കോ. ആ തൊലിയിലാണ് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയത്. പണ്ട് രാമായണവും മഹാഭാരതവും കാളിദാസന്റെ കൃതികളെല്ലാം പൂതണക്കിന്റെ തൊലിയിലാ പറയാ. അതിന് സംസ്കൃതത്തിൽ പറയാ ഭൂർജപത്രം എന്നാ. അപ്പോ പൂതണക്കിന്റെ തൊലി, ഭൂർജപത്രം, കടലാസ് കിട്ടി, കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്ത മഷി കിട്ടി, പക്ഷി കൊടുത്ത തൂവലാകുന്ന തൂലിക കിട്ടി. അടുത്ത ചോദ്യം എന്താ എഴുതേണ്ടതെന്നാ. ഇതിനെക്കുറിച്ച് സ്നേഹാക്ഷരങ്ങൾ എന്നൊരു കവിതയുണ്ട്, ONV എഴുതിയത്. ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടുപോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടിയതിൻ കായ്മണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ, നീ എടുത്തുകൊള്ളുക. പറയൂ, ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ ഉണ്ടായത് സ്നേഹിക്കാനാ, സഹായിക്കാനാ, സാന്ത്വനിപ്പിക്കാനാ, പ്രചോദിപ്പിക്കാനാ, പുതിയ അറിവുകൾ നേടാനാ. അല്ലാതെ കുറ്റം പറയാനും തെറി പറയാനും അല്ല അക്ഷരം. ആ അക്ഷരം നമുക്ക് നാവിൻ തുമ്പത്ത് പറഞ്ഞു തന്നത് ഉമ്മയാണ്. അതുകൊണ്ടാണ് നബി തിരുമേനി പറഞ്ഞത്, എൻ്റെ സ്വർഗം ഉമ്മയുടെ കാലിൻ്റെ ചോട്ടിലാണെന്ന്. എൻ്റെ സ്വർഗം ഉമ്മയുടെ കാലിൻ്റെ ചോട്ടിലാണ്. ആ പെണ്ണ്, പ്രസവിക്കാൻ അറിയുന്ന പെണ്ണിന് കുഞ്ഞിനെയും കൊണ്ട് മരത്തിൻ്റെ മേലെ കയറാനും മൃഗങ്ങളുടെ പുറകെ പോകാനും ഗർഭിണിയായിരിക്കുമ്പോൾ കഴിയോ? അതുകൊണ്ട് അവളെ ഗുഹക്കകത്തിരുത്തിയിട്ട് ബാക്കി കാട്ടാളന്മാർ ഭക്ഷണം ശേഖരിക്കാൻ പോയി. ശേഖരിച്ചിട്ട് കിട്ടുന്ന ഭക്ഷണം അവർ തിന്നോ കഴിച്ച് ബാക്കിയുള്ളത് ഈ ഗുഹക്കകത്ത് കൊടുത്തു. അവളത് തിന്നുമ്പോൾ ഉണ്ടല്ലോ, ഈ ഈ പഴത്തിൻ്റെ അകത്തൊരു കുരു ഉണ്ട് അല്ലേ, പല്ലിന് പിടിക്കാത്ത. ഈ കുരുവാണ് വിത്താണെന്ന് നോക്കറിയില്ല. അത് പല്ലിന് പിടിക്കാത്തത് കൊണ്ട് അത് ഗുഹക്ക് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അന്ന് ചവിട്ടുമ്പോൾ തുറക്കുന്ന മൂടിയുള്ള പാത്രമൊന്നും ഇല്ലല്ലോ ഒരു വീട്ടിൽ. ഉണ്ടോ? എല്ലാ വീട്ടിലും ഇല്ലേ അടുക്കളയിലൊരു സാധനം, ചവിട്ടുമ്പോൾ തുറക്കുന്ന മൂടിയിൽ. മണങ്ങിയിട്ട് മൂടി തുറക്കാൻ പഠിച്ചിട്ടാ ചവിട്ടുമ്പോൾ തുറക്കുന്ന. മണങ്ങുന്ന പരിപാടിയില്ല. ഡോക്ടർ ഇപ്പോൾ വ്യായാമം എന്ന് പറഞ്ഞില്ലേ. പണ്ട് അമ്മീമേൽ അരക്കാൻ വേണ്ടി നിലത്തിരിക്കൂലേ, അടുപ്പിലൂതാൻ നിലത്തിരിക്കൂലേ, ചോറ് തിന്നാൻ നിലത്തിരിക്കൂലേ, ഈ നടു മണങ്ങും. അപ്പോൾ മണങ്ങോ നീരുകയും ചെയ്തിട്ട് ഈ നടുവിന് നല്ല വ്യായാമം കിട്ടുമ്പോൾ നല്ല ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ അത് അനക്കാണ്ട് വെച്ചിട്ടെല്ലാം നിന്നിട്ടല്ലേ പരിപാടി. എല്ലാം നിന്നിട്ടായിട്ട് പോകുമ്പോൾ ഇപ്പം എന്താ സ്ഥിതി? എല്ലാത്തിനും നടുവേന അല്ലേ, എല്ലാത്തിനും നടുവേന. നമ്മൾ ചില ആളുടെ ഇപ്പം നിലവിളക്ക് കത്തിക്കുന്നില്ലേ, നിലവിളക്ക് കത്തിക്കാൻ വേണ്ടി ചില പൊട്ടന്മാർ എന്ത് ചെയ്യുന്നു അറിയോ? നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നിലത്ത് വെക്കുന്ന വിളക്കാ, സ്റ്റൂളുമ്മൽ വെക്കും. സ്റ്റൂള് വിളക്കാ. എന്തിനു വെച്ചാൽ മണങ്ങാൻ മടിച്ചിട്ട് സ്റ്റൂള് വെച്ചിട്ട് അയിമല വെക്കുക. ഇത് നിലത്ത് വെക്കണോ, എന്നാലേ നിലവിളക്കാവൂ. മനസ്സിലായോ? അപ്പോ അനങ്ങുന്നില്ല. അപ്പൊ ഈ കുരു അല്ലേ, ഈ കുരു വലിച്ചെറിഞ്ഞു പുറത്തേക്ക്. എന്നിട്ട് കുഞ്ഞിനെയും മടിയിൽ വെച്ചിട്ട് ഗുഹാമുഖത്തേക്ക് നോക്കുക, അടുത്ത ഭക്ഷണം വരുന്നുണ്ടോന്ന്. അങ്ങനെ നോക്കുമ്പോൾ പുറത്ത് മഴ പെയ്തു. നാളെ മഴ പെയ്യും കേട്ടോ. എന്തെങ്കിലും വിറക് ഉണക്കാനിട്ടുണ്ട്, ഇന്ന് തന്നെ പോയിട്ട് എടുത്തു വെച്ചോ, നാളെ മഴ പെയ്യും. പുറത്ത് മഴ പെയ്തു. മഴ പെയ്തിട്ട് ഇവൾ പുറത്തേക്ക് എറിഞ്ഞ കുരു കുതിർന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് KM മാണീൻ്റെയും ജയലളിതേൻ്റെയും ചിഹ്നം പൊങ്ങി വന്നു.
കെ എം മാണീൻ്റെ ജയലളിതേൻ്റെ ചിഹ്നം അറിയാവോ? 2 ഇല. ഈ കുരുവിൻ്റെ അകത്തുനിന്ന് 2 ഇല പൊങ്ങി വന്നു. 2 ഇല 4 ഇല 8 ഇലയായപ്പോൾ അതും സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇവക്ക് വേറെ ഒരു പണിയില്ലല്ലോ. കുഞ്ഞിനെ മുലയൂട്ടുക, ഭക്ഷണം കഴിക്കുക, വിസർജിക്കുക, കിടന്നുറങ്ങുക, ഇതല്ലേ പണിയുള്ളൂ. വേറെ ഒരു പണിയില്ല. ഇൻസ്റ്റഗ്രാം നോക്കണ, വാട്സപ്പ് നോക്കണ, അടിച്ചു വാരണ്ടല്ലോ, വീടില്ല, വസ്ത്രാലക്കണ്ടല്ലോ, ഉടുതുണിയില്ല, ഒരു പണിയില്ല. അന്നും 12 മണിക്കൂർ തന്നെയാ പകലിന്. അന്നും ഇതേ സമയമില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇലയെ തന്നെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ആദ്യത്തെ ഐഡിയ ഉണ്ടായത്. എന്തായിരുന്നു ഐഡിയ? ഏത് മരത്തുനിന്നായി, ഏത് വള്ളിയിൽ ഈ കുരു പഴം പറിച്ചെടുത്തത് അതേ ഇലയാണ് ഈ കുരുവിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരുന്നത്. എന്ന് പറഞ്ഞാൽ കുരുവിൻ്റെ അകത്ത് മരം ഉണ്ടാവുന്നു, നട്ട മുളക്കും. ഇതാണ് ആദ്യത്തെ കണ്ടുപിടുത്തം. ഈ കണ്ടുപിടുത്തം ഉണ്ടായപ്പോൾ അറിവിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അറിവ് വെളിച്ചം പോലെയാണ്. വിദ്യ എന്ന വാക്കിനർത്ഥം വെളിച്ചൊന്നാ. വിദ്യുത് ശക്തി എന്ന് പറഞ്ഞിട്ടില്ലേ? വെളിച്ചമുണ്ടാക്കുന്ന ശക്തി ആയതുകൊണ്ടാണ് വിദ്യുത് ശക്തി എന്ന് പേര് വന്നത് കരണ്ടിന്. വിദ്യ അറിവ് വെളിച്ചമാണ്. വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം, നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് വരാന്തയിൽ ഒരു ലൈറ്റ് ഇട്ടു, നിങ്ങളുടെ മതിലിൻ്റെ പുറത്ത് പോറി ഈ ലൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിനാവുന്നത്ര ദൂരം പോകും. അറിവ് അതുപോലെയാണ്. എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ തോന്നി അത് ആരോടെങ്കിലും ഒന്ന് പറയണോ? മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, കെമിസ്ട്രി അല്ല, രസതന്ത്രം. അതിൽ മോഹൻലാലിൻ്റെ ഒന്നിച്ച് താമസിക്കുന്ന ഒരു ചെക്കൻ ആണല്ല പെണ്ണാണെന്നുള്ള സത്യം ഇന്നസെൻ്റ് അറിഞ്ഞിട്ട് ഇത് ആരോടും പറയാൻ പറ്റാഞ്ഞിട്ട് ഇയാൾക്ക് ശ്വാസം മുട്ടിയിട്ട് വല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഇന്നസെൻറ്റിൻ്റെ കുഴപ്പമല്ല, ഒരു രഹസ്യം അറിഞ്ഞ ആരോടും ഒന്ന് പറയണം എന്നാ സമാധാനമായി. അപ്പൊ കുരുവിൻ്റെ അകത്ത് മരമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവളൊരൊറ്റ വിളിയാ തൻ്റെ കൂട്ടുകാരെ. ഈ അറിവ് ആദ്യത്തെ സന്തോഷമാണ്. ഏഹേ. അപ്പൊ 4 മൂലക്കുന്ന് കാട്ടാളന്മാർ എന്തോ പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഓഹോ ഓടി വരിക. ഓടി വന്ന 4 കാട്ടാളന്മാരും ഇവളും കൂടി വട്ടത്തിലിരുത്തിയിട്ട് ഇത് പറഞ്ഞ് ബോധ്യപ്പെടാൻ നടുക. കുരു മരം എന്നുള്ള വാക്കൊന്നും ഇല്ല. ഇതെങ്ങനെ ബോധ്യപ്പെടുത്തും? എങ്ങനെയല്ലോ കൂടി അഭ്യാസം കളിച്ചും ചാങ്യങ്ങൾ കാണിച്ചും ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇത് ബോധ്യപ്പെടുത്തേ കാലം കുറെ പിടിച്ചു ഇത് ബോധ്യപ്പെടാൻ. അങ്ങനെ ആ ഭാഷയുണ്ടായത്. ആ ബോധ്യപ്പെടുത്തപ്പോഴാണ് അവൻ ആദ്യമായിട്ട് നടാൻ തുടങ്ങിയത്. അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു, പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തേ. 2 മാസം മുമ്പ് മരിച്ചുപോയ നാടക സിനിമാസ് ഗായിക മച്ചാട്ട് വാസന്തി പാടിയ നാടകഗാനായി പാട്ട്. പിന്നീട് യേശുദാസ് സിനിമയിൽ അത് പാടിയിട്ടുണ്ട്. അവർ വിത്തിട്ടപ്പോഴാണ് ആദ്യമായിട്ട് സ്ഥിരവാസം ഉണ്ടായത് മനുഷ്യൻ. അതുവരെ വീണയിടം സ്വർഗം തന്നെ, എത്തിയെടുത്ത് കിടക്കും, ആടുന്ന് നടക്കും. വിത്തിട്ടപ്പോൾ ഇത് മുളക്കുമോ നോക്കാൻ വേണ്ടി ആടെ തന്നെ കൂടി. മുളച്ചാൽ ഇത് വലുതാവുമോ, വലുതായാൽ ഇത് പൂക്കുമോ, പൂത്താ കായ്ക്കുമോ എന്നറിയാൻ നിന്നു. അങ്ങനെ നിന്നപ്പോഴാണ് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂര ഉണ്ടാക്കിയത്. ആദ്യത്തെ മേൽക്കൂര. മഴവെള്ളം ഒഴുകി ശരീരത്തിലൂടെ ഒഴുകാതിരിക്കാൻ കിടന്നെടുത്ത് മണ്ണ് വാരിക്കൂട്ടി തറയുണ്ടാക്കിയത്. ആ തറയ്ക്കുള്ളിലേക്ക് പക്ഷിമൃഗാദികൾ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പനയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കിയത്. അങ്ങനെ ആദ്യത്തെ വീടുണ്ടായി. ആ വീടുണ്ടായപ്പോൾ ഇവനൊരു സ്ഥലം ഉണ്ടായി, ഒരു ഇടം ഉണ്ടായി, തൻ്റേതായ ഒരു ഇടം. അതാ തൻ്റെ ഇടം. മനസ്സിലായോ? നിങ്ങൾക്കെല്ലാം തൻ്റെ ഇടം ഉണ്ടായത് എപ്പോഴാ? ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് കിടന്നുറങ്ങാൻ ഒരു വീടും സ്ഥലമുള്ളതുകൊണ്ടല്ലേ തൻ്റെ ഇടം. അല്ല റോഡുമേല കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് തൻ്റെ ഇടാ? തൻ്റേതായ ഒരു ഇടമുണ്ടായി. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന് ധൈര്യത്തിൽ പാടാലോ നമുക്ക്, അല്ലേ? തൻ്റെ ഇടം. ആ ഇടമുണ്ടായി. അവിടെ താമസിച്ചപ്പോ ഏഹേ അട്ടഹാസത്തിൽ നിന്ന് മെല്ലെ പറയാൻ തുടങ്ങി. അട്ടഹസിക്കണ്ടല്ലോ, അടുത്ത് നിൽക്കുമ്പോ മെല്ലെ പറയാൻ തുടങ്ങി. അപ്പൊ എന്താ അട്ടഹാസം എന്ന് സംസ്കൃതത്തിൽ പറയാ നിഷാദമെന്ന. നിഷാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സപ്തസ്വരങ്ങളിൽ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ദൈവതം, നിഷാദം. നിഷാദം. നിഷാദം എന്ന നിഷാദൻ എന്ന വാക്കിന് സംസ്കൃതത്തിൽ കാട്ടാളൻ എന്ന അർത്ഥം. നിഷാദം എന്ന് പറഞ്ഞാൽ കാട്ടാളൻ്റെ ഒച്ച.
ആ കാട്ടാളൻ്റെ ഒച്ച മാറിയിട്ട് മനുഷ്യൻ്റെ ഒച്ചയാവുന്നത് എപ്പോഴാ? മെല്ലെ പറഞ്ഞപ്പോൾ. നിങ്ങളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒച്ച ഏതാ? അത് നോക്കിയിട്ട് നമ്മളെ കുട്ടികളിൽ സ്വഭാവം കാട്ടാളത്വമാണോ ഇബിലീസാണോ പടച്ചോനാണോ ഉണരുന്നതെന്ന് മനസ്സിലാകുക. രാവിലെ തന്നെ എണീറ്റ നമ്മളെ വീട്ടിൽ എന്താ പണി? ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയാ. ഇസ്രായേലിലെ പട്ടാളക്കാർ രാവിലെ ഉറക്ക് കഴിഞ്ഞാൽ 3 മിസൈലിന് തീ കൊടുത്തിട്ടേ പല്ല് വരെ തേക്കൂ. സ്ഥിരം മിസൈൽ എണിക്കല പല്ല് ശീലായിപ്പോയി. നമ്മൾ എണീറ്റ് ആദ്യത്തെ പണി 3 അടുപ്പും ടിക്ക് 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 3 കത്തിക്കും. അപ്പോഴാ കാണും സ്കൂൾ ബസ് വരേണ്ട സമയമായി, ഭക്ഷണം ആയിട്ടുമില്ല, ചെക്കനാണെങ്കിൽ ഉറക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇതല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് രാവിലുള്ള കാട്ടാളത്വം ശബ്ദം. അവിടെ അടുത്ത് പോയി ഇരുന്നിട്ട് അവൻ്റെ നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കി ആ കവിളത്തൊരു മുത്തം കൊടുത്ത് കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് മാന്തി കൊടുത്തു നോക്ക്. പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാൻ മാത്ര. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ വേറെ ഒരു ഉപകാരവും പുറം കൊണ്ടില്ല. ഉണ്ടോ? മാന്താനുണ്ടാക്കിയത് എത്രയാ പ്ലിന്തേരിയ പോകുന്ന പുറത്തിന്, അത് മാന്താനുള്ള. എന്നിട്ട് മോനെ എന്ന് നിങ്ങൾ വിളിക്കുവോ, മോളെ എന്ന് വിളിക്കുവോ, ആ കുട്ടിയിൽ മനുഷ്യത്തുണരും. അപ്പോ അട്ടഹാസത്തിൽ നിന്ന് മെല്ലെ പറച്ചലുണ്ടായപ്പോഴാ ഭാഷയുണ്ടായത്. അടുത്തിരുന്നു. അങ്ങനെ നാടുണ്ടായി. എന്താ നാടെന്ന വാക്കിൻ്റെ അർത്ഥം? നടുന്നത് നാട്, തനിയെ മുളച്ചത് കാട്, നട്ടു മുളപ്പിച്ചത് നാട്, നടുന്നവൻ നാട്ടാളൻ, ഒന്നും നടാത്തവൻ കാട്ടാളൻ. ഇതിലെത്ര ആൾ കാട്ടാളിൻ്റെയും നാട്ടാളിൻ്റെയും ലിസ്റ്റിൽപ്പെട്ടതെന്ന് സ്വയം ഒന്ന് പരിശോധിക്കും കേട്ടോ. രാവിലെ ഈ എക്സസൈസ് എല്ലാം നടത്തും. ഞാനിങ്ങനെ വിചാരിക്കലുണ്ട്, രാവിലെ നടക്കാനിറങ്ങുന്നു, മറ്റേന്തോ ഈ നടക്കാൻ വേണ്ടിയിട്ട് ഒരു മിഷ്യൻ വാങ്ങി ടൈമിൽ നടക്കുന്നു. ആ സമയത്ത് ഒരു കൈക്കോട്ട് എടുത്തിട്ട് പറമ്പിൽ 4 കൊത്തു കുത്തിയിട്ട് ലേശം പച്ചക്കറി നട്ടിന് അതിൻ്റെ ഗുണം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? നല്ല വിഷമില്ലാത്ത സാധനം കിട്ടൂലേ? നടുന്നവനാ നാട്ടാളൻ. മനുഷ്യൻ ഉണ്ടാക്കി ഉണ്ണാൻ ആരംഭിക്കുന്നവനാണ്. പക്ഷിമൃഗാദികൾക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അളന്നളന്ന് കൂട്ടുന്നില്ല. നമ്മൾ ഉണ്ടാക്കി ഉണ്ണാൻ തുടങ്ങി. അപ്പോ നമുക്കൊരു ആ സ്ഥാനമാണ് പിന്നെ നമ്മുടെ നാടായി, നമ്മുടെ രാജ്യമായി. ആ രാജ്യത്തിനാണ് പിന്നെ സ്ഥാനം എന്ന പേര് വന്നത്. നിങ്ങൾ നോക്കൂ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ പേരിൽ സ്ഥാനമുണ്ട് ഇല്ലേ? പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ബലൂചിസ്ഥാനുണ്ട്, കുർദിസ്ഥാനുണ്ട്, കസാഖിസ്ഥാനുണ്ട്, ഹിന്ദുസ്ഥാനുണ്ട് ഇല്ലേ? സ്ഥിരവാസം ആരംഭിച്ചപ്പോഴാ ഒരു സ്ഥാനമുണ്ടായി. അപ്പോ അടുത്തിരുന്നപ്പോൾ നാണം വന്നു. വസ്ത്രമുണ്ടായി, സംസ്കാരമുണ്ടായി, വൃത്തിയാക്കാൻ തുടങ്ങി, കുളിക്കാൻ തുടങ്ങി, പല്ല് തേക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോഴേക്ക് ഈ നട്ടത് മുളച്ച് പൂത്ത് കായ്ച്ച് പറിച്ചെടുത്തപ്പോ എന്തായി? കിട്ടിയാൾ തിന്നില്ല, പങ്കുവെച്ച് കഴിച്ചു. എല്ലാവർക്കും വേണ്ടേ? പങ്കുവെച്ച് കഴിച്ചു. അവിടെ സ്നേഹമുണ്ടായി. പങ്കുവെക്കലാണ് സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഞാൻ പറയാം, നിങ്ങളെല്ലാവരും ഓർക്കാട്ടേരി ടൗണിൽ പോയിട്ട് അടുത്ത ഹോട്ടലിൽ കയറിയിട്ട് വയറ് നിറയെ ചായയും പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് പൈസയും കൊടുത്ത് പോയിക്കോ. പറയാൻ എനിക്കെന്താ നഷ്ടം? നിങ്ങൾ പൈസ കൊടുത്തോ? അത് സ്നേഹമല്ല. പൈസ ഞാൻ കൊടുക്കുവോ? അതാ സ്നേഹം. പങ്കുവെക്കോ? കൊടുക്കുന്നതാ സ്നേഹം, എടുക്കുന്നതല്ല. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പഞ്ചായത്തും അല്ലെ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളുടെ അനുശോചന യോഗം ചേരും ഇല്ലേ? അനുശോചന യോഗം ചേരുമ്പോൾ ഇതുവരെ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്ക്? 75 വയസ്സ് ജീവിച്ച ഈ മനുഷ്യൻ തൻ്റെ ആയുസ്സിനിടയിൽ 125 കിൻഡൽ അരിയും തിന്നിട്ടാണ് മരിച്ചതെന്ന് ആരെങ്കിലും പറയലുണ്ടോ? ഒരു മലയാളി 75 വയസ്സിൽ തിന്നുന്ന അരിൻ്റെ കണക്കാ 125 കിൻഡൽ കേട്ടോ. നിങ്ങൾ കണക്കുട്ടിയൊക്കെ ഓരോ ദിവസം തിന്നുന്ന അരിൻ്റെ കണക്ക് ഒരു കൊല്ലം 365 ദിവസം തിന്ന അരിൻ്റെ കണക്ക് കൂട്ടുക. എന്നിട്ട് അതിന് 75 കൊണ്ട് ഗുണിച്ച് നോക്ക്. 125 കിലോ അല്ലേ?
125 കിൻഡൽ എന്ന് പറഞ്ഞാൽ 50 കിലോൻ്റെ ചാക്കാണെങ്കിൽ 250 ചാക്കും തിന്നിട്ട് ഒരു 5-10 ആളുകൾ ഇരിക്കുന്നുണ്ട്. മനസ്സിലായോ? 250 ചാക്ക് തിന്ന് ഈ തിന്നതിനാരും കണക്ക് പറയില്ല. എന്നാൽ എന്താ പറയാ, ഇദ്ദേഹം കൊടുത്തതിൻ്റെ കണക്ക് പറയൂ അല്ലേ? ആ കോവിഡ് വന്നപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ഇദ്ദേഹം 5 ചാക്ക് അരി കൊടുത്തിരുന്നു എന്ന് പറയില്ലേ മരിച്ചാൽ? എടുത്തതാരും കണക്ക് പറയില്ല, കൊടുത്തതേ കണക്ക് പറയൂ. ആ കണക്ക് എപ്പോഴാ? അല്ലാഹുവിൻ തിരുസഭയിൽ കണക്കു കാണിക്കുവാൻ എല്ലാരും ചെല്ലേണം ഇന്നോ നാളെയോ. കേട്ടിട്ടില്ലേ? ആ കണക്ക് കൊടുത്തതിന്റെ കണക്കാ. നീ എത്ര തിന്നതിന്റെ കണക്ക് പടച്ചോൻ ചോദിക്കൂല, നീ എത്ര കൊടുത്തു എന്നതിന്റെ കണക്കാ. അതാണ് ചോദിക്കുക. നോവ് അനുഭവിച്ചിട്ട് അൻപ് പ്രകടിപ്പിക്കുമ്പോഴാണ്. അൻപ് എന്ന് പറഞ്ഞാൽ തമിഴിലും മലയാളത്തിലും സ്നേഹമെന്നാണ് അർത്ഥം അല്ലേ? നോവ് എന്ന് പറഞ്ഞാൽ വേദന അനുഭവിച്ച്, വിശപ്പിന്റെ വേദന അനുഭവിച്ച് നോവ് അനുഭവിക്കുന്നവരോട് അൻപ് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നോവ് അൻപ്, അതാ നോയമ്പ്, അതാ നോമ്പ്. പിടി കിട്ടിയോ? നോമ്പെന്ന വാക്കുണ്ടായത് എങ്ങനെയാന്ന്? വേദനിക്കുന്നവരെ സ്നേഹിക്കുന്നതാണ് നോമ്പ്. സക്കാത്ത് കൊടുക്കാത്ത നിസ്കാരത്തയമ്പിന പടച്ചോൻ കാണൂല. മനസ്സിലായോ? പടച്ചോൻ കാണൂല. കരുണയാണ് വേണ്ടത്. കൊടുക്കുക, പങ്കുവെക്കുക. എല്ലാ മതങ്ങളും അതാ പറയുന്നത്, കൊടുക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു പറഞ്ഞു. നബി പറഞ്ഞത് ഇർഹമും മൻഫിസ് അർലി ജമീഅൻ ഇർഹമുക്കും മൻഫിസ് ദുആ. അള്ളാഹുവിന്റെ പടപ്പുകളോട് നീ കരുണ കാണിച്ചാലേ അള്ളാഹു നിന്നോട് കരുണ കാണിക്കൂ. അല്ലേ? അതാണ് ആദാമിന്റെ മകൻ അബു രാവിലെ മുതൽ നാട്ടിലെ സകല ആളുകളെയും സഹായിക്കും. അവന്റെ പണിയെടുക്കും, എന്നിട്ട് ആരെയും വേണ്ട സഹായം ചെയ്തു കൊടുക്കും. കാളവണ്ടിയിൽ ഭരം വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുന്നു കയറാൻ പ്രയാസപ്പെടുമ്പോൾ ചാട്ടവാറ് കൊണ്ട് കാളയെ അടിച്ചിട്ട് ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കാളയുടെ പ്രയാസം കണ്ടിട്ട് എപ്പോഴും അബു ആ കുന്നിൻ ചെരുവിൽ പോയിട്ട് കാളവണ്ടികളെ തള്ളിയിട്ട് മേലോട്ട് കയറ്റാൻ സഹായിക്കും. എല്ലാ ദിവസവും പണിയെടുത്തിട്ട് രാത്രിയിൽ ഒരു ദിവസം വല്ലാതെ തളർന്നു പോയി അബു കിടന്നുറങ്ങി. ഉറക്കത്തിൽ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടിട്ട് ആരാണ് നിങ്ങൾ? ഞാൻ മലക്ക്. നിങ്ങളുടെ കയ്യിലൊരു കടലാസ് ഉണ്ടല്ലോ. എന്താണ് കടലാസ്? ആ കടലാസ് ദൈവം ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റാണെന്ന് പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റാണ്. സ്വാഭാവികമായും നമുക്ക് എൻ്റെ പേരുണ്ടോ അതിൽ എന്ന് ചോദിക്കാൻ തോന്നൂലേ? എന്നാ അബു ചോദിച്ചില്ല. എൻ്റെ പേരുണ്ടോ അതിൽ എന്ന് ചോദിച്ചില്ല. അബു ചോദിച്ചത് നിങ്ങളുടെ അടുത്ത് ദൈവത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റ് ഉണ്ടോ? ദൈവത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല. എന്നാ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ പേര് അതിൽ ചേർക്കണേ. അബു പറഞ്ഞു ദൈവം ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റിൽ എന്നെ ചേർക്കണമെന്നല്ല പറഞ്ഞത്, ദൈവത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റിൽ എന്നെയും ചേർക്കണേ എന്ന് അബു പറഞ്ഞു. പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. അബു ഉണർന്നു. പിറ്റേന്ന് വീണ്ടും പണിയെടുക്കാൻ തുടങ്ങി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ആ മാലാഖയുടെ കയ്യിൽ ദൈവം ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ ആദ്യത്തെ പേര് മാലാഖ വായിച്ചു. ആദാമിൻ്റെ മകൻ അബു എന്നായിരുന്നു ആ പേര്. എന്തായിരുന്നു മനസ്സിലാവേണ്ടത്? ദൈവത്തെ ഇഷ്ടപ്പെടണമെങ്കിൽ ദൈവത്തെ ഇഷ്ടപ്പെടണ്ടേ? ദൈവം നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ ദൈവത്തെ ഇഷ്ടപ്പെടണം. ആരാ ദൈവം? ദൈവം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ദൈവങ്ങളാ. ഇവിടെ എല്ലാവരും ദൈവങ്ങളാണ്. കാരണം നമ്മളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ. ഏത് ദൈവം? ദൈവം പലതായിട്ട് സൃഷ്ടിച്ചോ? പല മൂലക്കുന്ന് സൃഷ്ടിച്ചോ? നമ്മളെ കണക്ക് നോക്കിയാട്ടെ ലോകത്തിൽ ഭാഷ പലതാ അല്ലേ? നമ്മളെല്ലാവരും മലയാളം പറയുന്നവരാണ്. എന്നാലും മലയാളം പറയുന്നവരും എൻ്റെ നാട്ടിലെ കാരാപ്പീരി എന്താ നിങ്ങൾക്കറിയോ? അറിയില്ലല്ലോ. തൊട്ടപ്പുറത്തെ ജില്ലയല്ലേ എൻ്റെത്. എന്താണെന്നറിയോ നിങ്ങൾക്ക് കാരാപ്പീരി? ഇല്ല. കാരാപ്പീരി എന്താന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇതിൻ്റെ അടുത്ത്, രാമത്തമ്പലത്തിൻ്റെ അപ്പുറത്തുണ്ട് ഒരു മുരളിയുണ്ട്, പരിയാരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നത്. എൻ്റെ അയൽവാസിയാണ്. ഇവിടെ കല്യാണം കഴിച്ചിട്ട് ടീച്ചറെ കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കുക. ഓനോട് പോയി ചോദിച്ചാൽ അറിയാം എന്താ കാരാപ്പീരി എന്ന്.
കാരാപ്പീരി എൻ്റെ നാട്ടിലേ പറയൂ, കണ്ണൂരെത്തിയ പൊട്ടിക്കാന്നാ പറയാ. പൊട്ടിക്ക. ചില സ്ഥലത്ത് താലോലിക്കാന്ന് പറയൂ, ചില സ്ഥലത്ത് ഞരമ്പെന്ന് പറയൂ, ചില സ്ഥലത്ത് പീച്ചിങ്ങാന്ന് പറയൂ. ഇവിടെ എന്താ പറയാ? പൊട്ടിക്ക. പൊട്ടിക്ക എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള സാധനമായിരിക്കും. വാങ്ങിയിട്ട് സഞ്ചിയിൽ വെച്ചാൽ ഇത് പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പൊ പൊട്ടിക്ക. പൊട്ടിക്കണം കേട്ട. പൊട്ടിയിട്ടില്ലെങ്കിൽ മൂത്തുപോയി നാ പിന്നെ തേച്ച് കുളിക്കാൻ കുച്ചുണ്ടാക്കാനേ പറ്റൂ. പൊട്ടുന്നുണ്ടെങ്കിലേ വാങ്ങാവൂ കാരാപ്പീരി. മനസ്സിലായോ? പല നാട്ടിൽ ഒരേ സാധനത്തിന് പല പേര് പറയും പോലെ അറബി നാട്ടിൽ ശ്രീ എന്ന വാക്കില്ലാത്തത് കൊണ്ട് അൽ എന്ന് പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് അൽ എന്ന വാക്കില്ലാത്തത് കൊണ്ട് ശ്രീ എന്ന് പറഞ്ഞു. കൃഷ്ണനെന്നും രാമനെന്നും അവിടെ അറിയില്ല, അവർ ഇലാഹ് എന്ന് പറഞ്ഞു. ഇവിടെ ഇലാഹ് എന്നറിയില്ല, ഇവിടെ കൃഷ്ണനെന്നും രാമനെന്നും പറഞ്ഞു. ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അവിടെ അൽ ഇലാഹ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അവർക്ക് സംസ്കൃതം അറിയാത്ത അവരുടെ കുറ്റാണോ? നമുക്ക് അറബി അറിയാത്ത നമ്മുടെ കുറ്റാണോ? ഒരേ സാധനത്തിന് പല നാട്ടിൽ പല പേര് പറയും പോലെ ഒരേ ദൈവത്തിന് പല നാട്ടിൽ പല പേരാ, അല്ലാതെ ദൈവം പലതില്ല. ഉണ്ടോ? ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ നോക്കിയാട്ടെ, പല നാട്ടിൽ ദൈവത്തിന് പോലും പല പേരുണ്ടായിട്ടും കണക്കെല്ലാം 10ന്റെ അല്ലേ? ഇംഗ്ലീഷിലും ഹിന്ദിയിലും അറബിയിലും എല്ലാം 10ാമത്തേലല്ലേ പൂജ്യോടു. അടുത്ത പൂജ്യോടെങ്കിൽ 20, 20, 30, 40, 50, 60, 10. ഒരു പൂജ്യം കൂട്ടിയിടണമെങ്കിൽ ഗുണിക്കണം 10. 1, 10, 100, 1000 എന്ന് മലയാളത്തിൽ 1, 10, 100 എന്ന് ഹിന്ദി, ഇംഗ്ലീഷിൽ 1, 10, 100, 1000 എന്ന് ഹിന്ദിയിൽ, 1, 10, 100 എന്ന് സംസ്കൃതത്തിൽ. എല്ലാ ഭാഷയിലും 10 പ്രധാനം. ഒരു ഭാഷയിലും 9ന്റെ കണക്കില്ല, ഒരു ഭാഷയിലും 15ന്റെ കണക്കില്ല. എന്താ 10ന് ഇത്ര പ്രാധാന്യം? നമ്മൾ പൈസ കൂട്ടി വെച്ചതിന് നമ്മൾ പറയും സമ്പത്ത്. സമ്പത്ത് സമ്പത്തില്ലേ? 10 കൂട്ടി വെക്കാൻ പണ്ടത്തെ വീട്ടിലൊരു പെട്ടിയുണ്ട്, അറിയാവോ നിങ്ങൾക്ക്? 10 അല്ലേ? എന്താ ഈ 10ന് പ്രാധാന്യം അറിയാവോ ആർക്കെങ്കിലും? എന്താ 10ന് ഇത്ര പ്രാധാന്യം വന്നത്? ലോകത്തിലുള്ള സകല രാജ്യത്തും വൻകരകളിലും ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരെല്ലാം എണ്ണം പഠിച്ചത് സ്വന്തം വിരലുമെണ്ണീറ്റാ. എല്ലാവർക്കും 10 വിരലാ അല്ലേ? 11 വിരൽ അതിപൂർവം ചിലയാൾക്ക് ഭിന്നശേഷിയുടെ ഭാഗമായിട്ടെല്ലാം വന്നു പോകുന്നല്ലാതെ എല്ലാവർക്കും പൊതുവെ 10 വിരലല്ലേ? അത് അള്ളാഹു സൃഷ്ടിച്ചോനും 10 വിരലാണ്, കർത്താവ് സൃഷ്ടിച്ചോനും, ബ്രഹ്മാവ് സൃഷ്ടിച്ചോനും, യഹോവ സൃഷ്ടിച്ചോനും 2 കണ്ണാണ്. എല്ലാത്തിനും മൂക്കിന് 2 ഓട്ടയാ. 3 ഓട്ടയുള്ള മൂക്ക് ഒരാളും വെച്ചിട്ടില്ലല്ലോ. എല്ലാത്തിനും 2 ചെവിയാണ്. എല്ലാവർക്കും വായക്ക് നേരിയ മൂക്ക് അല്ലേ? അതെന്തൊരു ഔചിത്യാണ്. ഈ മൂക്ക് വേറെ അടിങ്ങുകയാണെങ്കിൽ തിന്നുന്ന സാധനം കെട്ടുക എന്ന് എങ്ങനെയെന്ന് അറിയാം? നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കിയാൽ തന്നെ പടച്ചോൻ്റെ അത്ഭുതം കുതിർത്ത് കാണാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കണ്ണാണ്. ഏറ്റവും മൃദുലമായ അവയവം അത്. ചെവിക്കിങ്ങനെ ഒന്ന് തട്ടിപ്പോയെങ്കിൽ ഒന്നും പ്രശ്നമില്ല, എന്നാൽ കണ്ണിന് തട്ടിപ്പോയാൽ ഭയങ്കര. അതുകൊണ്ട് തട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കവിളെല്ലും നെറ്റിൻ്റെ എല്ലും ഉയർത്തിയിട്ട് നടുക്ക് കുഴിയിൽ കൊണ്ടേ വെച്ചാന്നില്ലേ കണ്ണ്. എന്നിട്ട് ആ കണ്ണിൽ എന്തെങ്കിലും പൊടി വന്നിപ്പോൾ കൈയോട്ട് തടയാൻ നേരമില്ലാത്ത കൊണ്ട് ആ കണ്ണിനാണ് ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടർ. കൺപോള അല്ലേ? ആലോചിക്കട്ടെ, ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ചതില്ലേ? ആ കണ്ണിൽ മേലെ നിന്ന് പൊടി താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി സൺഷെയ്ഡ് പുല്ല് വെച്ച് 2 സൺഷെയ്ഡ് വെച്ചാന്നില്ലേ? അതാ പുരികോ? കുട്ടികളോട് പറയണോ ഇത് പൊടി താഴോട്ട് വീഴാതിരിക്കാനാ, അത് പൊരിച്ചു മാറ്റി വരച്ചുണ്ടാക്കാനുള്ളതല്ല. ആ കണ്ണിൽ എന്തെങ്കിലും അതാ പൊടി പോയിട്ടുണ്ടെങ്കിൽ കണ്ണിൽ വെള്ളം മുക്കി ഒഴിക്കാനൊന്നും നേരമില്ല. അപ്പം തന്നെ വെള്ളം ചീറ്റി, ഉള്ളുന്ന് വെള്ളം ചീറ്റി പുറത്ത് കളയാൻ കണ്ണീരുണ്ടാക്കി തന്നില്ലേ? അവിടെ പടച്ചോനെ കാണ്. അത്ഭുതമാണ്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ഒരേ കോലത്തിൽ സൃഷ്ടിച്ചു. അതെങ്ങനെ? പല ദൈവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ കോലത്തിലാവോ? ബ്രഹ്മാവ് ഹിന്ദുക്കളെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ യഹോവക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. യഹോവ അത് ഡൗൺലോഡ് ചെയ്തിട്ട് യഹൂദന്മാരെ സൃഷ്ടിച്ചു. എന്നിട്ട് അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അത് കണ്ടിട്ട് കർത്താവ് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? അള്ളാഹുവിന് അത് മെസ്സഞ്ചറിൽ അയച്ചു കൊടുത്തു. അള്ളാഹു അത് ഡൗൺലോഡ് ചെയ്തിട്ട് മുസ്ലിങ്ങളെ ഉണ്ടാക്കി. പറയൂ ആരെങ്കിലും? ഇല്ലല്ലോ. ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഓർത്താലൊരൊറ്റ തറവാട്ടുകാരാ നമ്മൾ അല്ലേ? ഈ ഭൂമിയിൽ ഒറ്റ ദൈവമേ ഉള്ളൂ. പല നാട്ടിൽ കാരാപീരിക്ക് പറയുന്ന പേര് പോലെ പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടുന്ന നമ്മളെല്ലാം ഒന്നാ, ഒറ്റ ജീവനാ. ഒരു ജീവൻ പൊട്ടിമുളച്ച് പലതായതാണ്. പിന്നെ ആരോടൊക്കെ വെറുക്കാൻ പറ്റുമോ? പങ്കുവെക്കുക. ഇർഹമും മൻഫിസ് അർലി ജമീഅൻ ഇർഹമുക്കുന്തുവാ.
പടപ്പുകളെല്ലാം അള്ളാഹുവിൻ്റെയാ, എല്ലാം ബ്രഹ്മാവിൻ്റെയാ, പല പേരെന്നേ ഉള്ളൂ. പങ്കുവെക്കുക. അത് തന്നെയാ ഭഗവത്ഗീത പറഞ്ഞെന്താ, ഉപനിഷത്ത് പറഞ്ഞതെന്താ? ഈശാവാസ്യോപനിഷത്ത് എന്താണെന്നറിയാവോ? പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ബാങ്ക് തന്നെയാണ് ഈശാവാസ്യോപനിഷത്ത്. ഈശാവാസ്യം ഇതം സർവം, എല്ലാറ്റിലും ദൈവമുണ്ട്. ദൈവം ഇല്ലാത്ത ഒന്നുമില്ല. ദൈവമില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ല, ദൈവമാണെല്ലാം. ഈശാവാസ്യം ഇതം സർവം. ഇത് പാക്കനാരെ പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ നമ്മളൊരു നമ്പൂരിച്ചേ. ഈ പാക്കനാർക്ക് താണജാതി ആയതുകൊണ്ട് ഇല്ലത്ത് ഭക്ഷണം കഴിക്കാൻ ചാൻസ് ഇല്ല. കുറേ ഭക്ഷണം ബാക്കി വന്നപ്പോൾ 40 അടി ദൂരത്ത് കൊണ്ടേ വിളമ്പി കൊടുത്തു. ഈ ഭക്ഷണം പാക്കനാര് വയറ് നിറച്ച് കഴിച്ചപ്പോൾ ഇയാൾക്ക് വീടൊന്നുമില്ല, ഉറക്കം വരുന്നു, നേടിയ ഉറങ്ങുക. അപ്പോൾ ഒരു അമ്പലത്തിൽ പൂജാരി, അന്ന് സ്വർണ്ണവും വെള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പൂജാരി പൂട്ടൊന്നും ഇടാണ്ട് ഓടാമ്പലൂട്ടിട്ട് പോയിന്. ഇതിൻ്റെ അകത്ത് കയറി കിടക്കാം. വൈകുന്നേരം സന്ധ്യാപൂജക്ക് പൂജാരി വരുന്നവർ ഇതിൻ്റെ അകത്ത് കയറി കിടക്കാമെന്ന് വിചാരിച്ചിട്ട് പാക്കനാര് അമ്പലത്തിൽ കയറി കിടന്ന്. ഈ ഉറക്കത്ത് നമ്മളെല്ലാം ഒരുപോലെയല്ലേ? നമ്മളും പ്രധാനമന്ത്രിയും ഒരേ തരക്കാരാവും ഉറക്കം തൂങ്ങുമ്പോൾ. കുഞ്ഞിന് മാഷൊരു കവിതയാണ്, പ്രധാനമന്ത്രി നല്ല ഗമേൽ ഉറക്കം തൂങ്ങി, നമ്മൾ ലോ ക്ലാസ് ആയിട്ട് ഉറക്കം തൂങ്ങില്ലല്ലോ. ഉറക്കം തൂങ്ങി നമ്മളെല്ലാം കണക്കാ. പാക്കനെ നമുക്ക് ഉറക്കത്ത് ചില ശീലമുണ്ട്. ചിലയാൾക്ക് കാലെടുത്ത് വേറെ ആളെ മേല് വെക്കൂ, അങ്ങനെയൊക്കെ ഉണ്ട്. പാക്കനാറെ ശീലം കാലെടുത്ത് എടിയും പൊതിച്ചു വെക്കൂ. ഇയാൾ ഉറക്കത്ത് ശ്രീകോവിലാന്ന് ഓർമ്മയില്ലാണ്ട് കാലെടുത്ത് ദൈവത്തിൻ്റെ തലയിൽ വെച്ച്. സന്ധ്യക്ക് പൂജാരി വാതിൽ തുറന്നിക്കുമ്പോൾ ഇയാൾ ഉറക്കം കിട്ടിയില്ല. ദൈവത്തിൻ്റെ തലയിൽ കാലും വെച്ചിട്ട് താണജാതിക്കാരൻ കിടന്നുറങ്ങുന്ന കേട്ടിട്ട് പൂജാരി നാട്ടുകാരോട് പറഞ്ഞു. നാട്ടുകാർ വടിയും കുന്തല്ലായിട്ട് ഇയാളെ അടിച്ചു കൊല്ലണം പറഞ്ഞ് പാഞ്ഞു വന്നു നോക്കുമ്പോൾ പാക്കനാരാ, ഇതാരാ? മഹാമാന്ത്രികനായ മേഴത്തോൾ അഗ്നിഹോത്രിയുടെ പെരുന്തച്ഛൻ്റെ വായില്ലാ കുന്നിലപ്പൻ്റെ തിരുവരങ്ങത്ത് പാണനാരുടെ നാരായണത്ത് ഭ്രാന്തൻ്റെ സഹോദരനാണ്. ഇയാളെ അങ്ങനെ അടിക്കാൻ പേടിയായിരിക്കും. അപ്പോൾ നമ്പൂരിച്ചനുണ്ടല്ലോ, ഇയാളുമായിട്ട് പലതും പഠിപ്പിച്ചു കൊടുക്കുന്ന അയാളെ കൂട്ടിക്കൊണ്ടുവന്നു. നമ്പൂരിച്ചൻ പാക്കനാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താ കഥ? ദൈവത്തിൻ്റെ തലയിലാ കാല് വെക്കുക. അപ്പോൾ പാക്കനാര് പറഞ്ഞു, ക്ഷമിക്കണം തിരുമേനി, നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച തന്നെ ഈശാവാസ്യ ഉപനിഷത്ത് പഠിപ്പിച്ച്? അതെ. ഈശാവാസ്യം ഇതം സർവം, എല്ലായിടത്തും ദൈവം ഉണ്ടെന്നല്ലേ പഠിപ്പിച്ച്? അതെ. ഞാൻ എൻ്റെ കാലിപ്പം തന്നെ മാറ്റി വെക്കാം, ദൈവം ഇല്ലാത്തൊരു സ്ഥലം കാണിച്ചു എന്ന് പറഞ്ഞു. ദൈവം ഇല്ലാത്തൊരു സ്ഥലം കാണിച്ചാൽ ഞാൻ എൻ്റെ കാലം അങ്ങോട്ട് മാറ്റി വെക്കാം. അവസാനം നമ്പൂരിച്ചൻ പാക്കനാരെ തൊഴുതു എന്നാ കഥ. ആ ഈശാവാസ്യം ഇതം സർവം എന്ന ശ്ലോകത്തിലെ 4ാമത്തെ വരി എന്താണെന്നറിയോ? തേന ത്യക്തേന ഭുഞ്ചീത, നീ ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക, കൊടുത്തിട്ട് തിന്നുക. മനസ്സിലായോ? ഭഗവത്ഗീതയിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയുന്നു. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷേ ഭുഞ്ചതേ ത്വകം പാപാത് യേ പചന്ത്യാത്മകാരണാത്. മലയാളം പറയാം. കൊടുത്തതിന്റെ ബാക്കിയുണ്ണുന്നവൻ എല്ലാ പാപത്തെയും ഇല്ലാതാക്കുന്നു. അവനവന്റെ കലത്തിൽ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നവൻ ഉണ്ണുന്നത് മഹാപാപത്തെയാണ്. മനസ്സിലായോ? അതുകൊണ്ടാ പണ്ടത്തെ ആൾ നമ്മളെ നാട്ടിൽ നല്ല തിന്നുമ്പോൾ നുള്ളിച്ചാടും. ആൾ വിചാരിച്ച് കൊതി കൂടുന്നതിനാണ്. അല്ല, ഉറുമ്പിനൊക്കെ കൊടുത്തിട്ടേ തിന്നാവുന്ന, ഒരു ഉറുമ്പിനൊക്കെ കൊടുത്തിട്ട് തിന്നണമെന്നാണ്. അപ്പൊ പങ്കുവെച്ച് കഴിക്കുക. താൻ കൃഷി ചെയ്തത് പങ്കുവെച്ച് കഴിച്ചു. എന്നിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്തു? സൂക്ഷിച്ചു വെച്ചു, ഉണക്കി വെച്ചു, ഉപ്പിലിട്ട് വെച്ചു, സൂക്ഷിച്ചു വെച്ചു. റോഡുമെന്ന് ഉപ്പിലിട്ട് വായി തിന്നണ്ട, വീട്ടിൽ ഉപ്പിട്ട് വെച്ചാൽ മതി കേട്ടോ. ഡോക്ടർ നേരത്തെ പറഞ്ഞു കേട്ടിട്ടേ, മഞ്ഞപ്പിത്തം വന്നിട്ട് 2 ആൾ മരിച്ച ഉപ്പിലിട്ട് വായി തിന്നിട്ട്. ഇവിടെ മനുഷ്യനുണ്ടായി. എന്തെല്ലാം കാര്യങ്ങളാ മനുഷ്യനുണ്ടാവാനുണ്ടായി? മനുഷ്യനുണ്ടാവാൻ 5 കാര്യങ്ങളുണ്ടായി. 1, ചിന്തിക്കണം. എന്താണ്? ചിന്ത. അല്ലേ? ചിന്തയാ വളരേണ്ടത്. ചിന്താ എഴുതിയതിൻ്റെ വള്ളി എടുത്തിട്ട് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ടിട്ട് വളർത്തിയിട്ട് എന്തോ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അത് വളർന്നതിനെ കൊണ്ട് ആകെ നേട്ടമുള്ള ഒരു പെണ്ണുണ്ട് കേരളത്തിൽ. എല്ലാ ഉദ്ഘാടനത്തിന് പോലെയാണ് വിളിക്കുന്നത്. അതിനെക്കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒറ്റ പെണ്ണേ ഉള്ളൂ. ചിന്ത വളരണം. 2ാമത്തത് ആശയവിനിമയം ഉണ്ടാവണം. ഹേ ഹേ ഓഹോ പറയണം, കേൾക്കണം. പക്ഷെ ഇന്ന് ആശയവിനിമയത്തിന് ഇപ്പോൾ പണ്ടല്ലോ ഒരു മരണപ്പെട്ട വീട്ടിൽ, എൻ്റെ കുടുംബത്തിലൊരു മരണം നടന്നിട്ട് തിരുനെല്ലി പഞ്ചായത്തിലെ പനവല്ലിയിൽ ഒരു ബന്ധുവുണ്ട്. അവരോട് പറയാൻ വേണ്ടിയിട്ട് ജീപ്പും പിടിച്ചിട്ട് അവിടെ പോയി അവരെയും കൂട്ടി ഇങ്ങ് വരുമ്പോൾക്ക് രാവിലെ മരിച്ചിട്ട് രാത്രിയായി ഇവിടെ. ഇപ്പോഴോ മരിച്ച ടക്ക് ടക്ക് അപ്പറിഞ്ഞില്ലേ? നമ്മളറിയുന്നതിന് മുമ്പ് ഗൾഫിലാണ് അറിയുന്നത്. അല്ലേ? ഗൾഫിലാണ് മരിച്ചവരറിയുന്നത്. കാരണം എന്താ? നമ്മളൊരു 8-9 മണിക്ക് കിടക്കുമല്ലോ, അല്ലെ 10 മണിക്ക് കിടക്കുമല്ലോ. അന്നേരം ഗൾഫിൽ ഏരിയ ആയിട്ടുള്ളൂ. നമ്മൾ 10 മണിക്ക് കിടക്കുമ്പോൾ ആഴെ ഏരിയ ആയിട്ടുണ്ടാവും.
നമ്മൾ ഉറങ്ങുമ്പോഴായിരിക്കും മരിച്ച വിവരം വാട്സപ്പിൽ വരുന്നത്. അവർ വിളിച്ചിട്ട് നമ്മളറിയാം. ഇന്ന് ആശയവിനിമയത്തിന് എന്തൊരു നല്ല സംവിധാനമാണ് മൊബൈൽ ഫോൺ വന്നതോടുകൂടി. പക്ഷേ ലോകമൊന്നായി ഇരിക്കുന്നു. കമ്പി കൊണ്ടും കമ്പിയില്ല, കമ്പി കൊണ്ടും പക്ഷെ കരൾ കൊണ്ടല്ല. കമ്പി ടെലിഫോൺ കമ്പീൻ്റെ ഇപ്പോൾ ഇടിയില്ല. കമ്പിയില്ല, കമ്പിയല്ല നമ്മളെ ഫോണല്ലോ. കമ്പി എന്ന് പറഞ്ഞാൽ ഈ ടെലഗ്രാം അടിക്കുന്നതിന് കമ്പി എന്നാ പറയുക കേട്ടോ. എന്ന കരൾ കൊണ്ട് ബന്ധമുണ്ടോ? വീട്ടിൽ വലിയ കൊട്ടാരമുണ്ട്, പക്ഷേ എല്ലാ റൂമിലും ഭാര്യയും ഭർത്താവും ഒരു എന്താ അവസ്ഥ? ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ്, ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ വായിച്ചു, വാട്സപ്പിൽ വന്ന കഥയാണ്. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അയാളുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. സമയം എഴുന്നേറ്റ് നോക്കുമ്പോൾ 2 മണി. 2 മണിക്ക് എനിക്കാരാ മെസ്സേജ് അയച്ചത്? പെട്ടെന്ന് ഓർമ്മ വന്നു, അമ്മേൻ്റെ അനിയത്തിയുണ്ട് ആസ്പത്രിയിൽ, ഓറ് കാലിയായോ. അങ്ങനെയല്ല ഗ്രൂപ്പിലിടുമല്ലോ. വറക്കുന്ന കൈയോടെ എൻ്റെ ഇളയമ്മ നല്ല പെണ്ണുങ്ങളേനൊപ്പം മരിച്ചു പോയോ. പാടെടുത്ത് ഫോണെടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വായിച്ചു. അതിലിങ്ങനെയായിരുന്നു മെസ്സേജ്. വല്ലാത്ത ചൂട്, ഉഷ്ണിക്കുന്ന വല്ലാണ്ട്. ഒന്ന് അങ്ങോട്ട് കിടക്ക് കുരിപ്പേ ഭാര്യ. വിളിച്ചിട്ട് കേൾക്കുന്നില്ല, മെസ്സേജ് അയച്ചപ്പോൾ കളിഞ്ഞു. മനസ്സിലായോ? ഇതാണിപ്പോൾ എല്ലാം മെസ്സേജ്. കഴിഞ്ഞ ദിവസം +1 ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ കേസ് എന്താണ്, ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് കേസ് അന്വേഷിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ സുഹൃത്താ. അദ്ദേഹം ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ എനിക്ക് കാണിച്ചു കൊടുത്തു. തലേ ദിവസത്തെ ആ കുട്ടിയുടെ വാട്സപ്പിൽ വന്ന മെസ്സേജ് എന്താണെന്നറിയോ? അമ്മ അയച്ച മോ മേലേന്ന് പഠിക്കുക, അമ്മ തായെന്ന് ചോറായിന്. അപ്പോൾ മോൻ മറുപടി എന്താ കറി? അപ്പോൾ അമ്മ കുമ്പളങ്ങ ഓലൻ. അപ്പോൾ അവൻ എനിക്ക് വേണ്ട. അപ്പോൾ അമ്മ ഫ്രിഡ്ജിൽ ഇന്നലത്തെ ചിക്കൻ ഇട്ട് ചൂടാക്കി വെക്കാം. അപ്പോൾ ഇവൻ്റെ വകയിൽ ഏ എന്നാ ആ ഏ. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഞാൻ തിന്നോളാം, ഞാൻ കിടക്കട്ടെ അമ്മ. അന്നേരം അതിനും അമ്മ കിടന്നു. രാത്രിയിൽ ഇവൻ PUBG കളിച്ച് തോറ്റുപോയിട്ട് തൂങ്ങി മരിച്ചു. ഈ അമ്മയ്ക്കും മകനും ഉത്തരവാദിത്വം ഇല്ലേ അതിൽ? മോനെ ചോറായിനടാന്ന് പറയുന്നില്ല, പിന്നെ ഇവരെന്തിനടാ ഭാഷ പഠിച്ചിന്? പോയിട്ട് മോനെ ചോറായിനടാ എനിക്ക് തിന്നാനായോ എന്ന് ചോദിക്കണ്ടേ? ഞാൻ വരുന്നമ്മേ കുറച്ച് വെക്കട്ടെ എന്ന് പറയണ്ടേ? എന്തിനാ പിന്നെ ഭാഷ? കംപ്ലീറ്റ് ഡിജിറ്റലാ. എൻ്റെ നാട്ടിൽ MA പാസ്സായ ഒരു ചെറുപ്പക്കാരൻ ഓനൊരു ഫോറം പൂരിപ്പിക്കണം മലയാളത്തിൽ. ഓന് എഴുത്ത് മറന്നുപോയി. കാരണം ഈ മംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട്. എന്നിട്ട് SLC തോറ്റ ഒരാളെ വീട്ടിൽ പോയിട്ട് ഫോറം പൂരിപ്പിച്ച്. MA പാസ്സായവൻ അക്ഷരങ്ങൾ മറന്നു പോകുന്നു, സംസാരിക്കാൻ മറന്നു പോകുന്നു. നമ്മുടെ ആശയവിനിമയം ഫലപ്രദമാവണം. നമ്മുടെ നാട്ടിൽ സ്നേഹബന്ധങ്ങൾ കുറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അറിവ് കൂടുമ്പോൾ സ്നേഹം കൂടണ്ടേ? പണ്ടത്തേനേക്കാൾ അറിവില്ലേ നമ്മളെ കുട്ടികൾക്ക്? നമ്മളെല്ലാം SLCക്ക് 600-ൽ 360 മാർക്ക് വാങ്ങിയ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിരുന്നില്ലേ? ഇന്ന് കുട്ടികളോട് ചോദിച്ചോക്കട്ടെ, 360 എന്ന് പറഞ്ഞാൽ 60% പിറു ആർക്ക് വേണമെന്ന് പറയൂ. കാരണം 90% ഫുൾ A+, 80% A, 70% B+, 60% എന്ന് പറഞ്ഞാൽ വെറും B. ആർക്ക് വേണം? എന്തൊരു മാർക്കാ കുട്ടികൾക്ക്, എന്തൊരു പഠിപ്പാ കുട്ടികൾ. പണ്ട് 1-ൽ 10 എണ്ണം ചേർന്ന 10-ലെത്തുമ്പോൾ 5 എണ്ണം തോറ്റിട്ട് പഠിപ്പ് നിർത്തൂലേ? ആ 5 എണ്ണം പരീക്ഷ എഴുതിയാൽ 2 എണ്ണല്ലേ ജയിക്കും SLC. ഇപ്പോൾ 10 കുട്ടി ചേർന്നിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട് 10-ഉം 10-ലെത്തുന്നില്ലേ? പരീക്ഷ ഹാൾ കയറിയിട്ടുണ്ട് 10-ഉം ജയിക്കുന്നില്ലേ? എല്ലാ കുട്ടികൾക്കും നല്ല ബുദ്ധിയാ, എന്തൊരറിവാ. പക്ഷേ വിദ്യാലയങ്ങൾ ഗംഭീരമാകുന്നു, ഉത്സവങ്ങൾ ഗംഭീരമാകുന്നു, അമ്പലവും പള്ളിയും ഗംഭീരമാകുന്നു, പ്രാർത്ഥനകൾ ഗംഭീരമാകുന്നു. പക്ഷെ മനുഷ്യപ്പറ്റ് കുറഞ്ഞു വരുന്നു. അപ്പോൾ എന്തോ കുഴപ്പമില്ലേ? ഓപ്പറേഷനെല്ലാം ജയിക്കുന്നുണ്ട്. ഡോക്ടർ പോയാ ഓപ്പറേഷനെല്ലാം വിജയിക്കുന്നുണ്ട്, പക്ഷെ രോഗി മരിച്ചുപോയി എന്ന് പറഞ്ഞു. രോഗി ബാക്കിയാവുന്നില്ല എന്നൊക്കെ എന്ത് കാര്യം അല്ലേ? എന്താ പറ്റുന്നത്? ഇത് ഹൃദയത്തിൽ പിടിക്കണമെങ്കിൽ ആ ഹൃദയം സ്നിഗ്ധവും ആർദ്രവുമാവണം. നനവുള്ളിടത്തേ അറിവ് പറ്റിപ്പിടിക്കൂ. ചുമര് തേക്കുമ്പോ സിമെന്റ് കലക്കിയിട്ട് ഒഴിക്കുമ്പോൾ ആദ്യം നനച്ചു കൊടുക്കണ്ടേ ചുമരുമല്? ആർദ്രതയിലെടുത്തേ പറ്റിപ്പിടിക്കൂ. നമുക്ക് വേണ്ടത് മനുഷ്യർക്ക്, നമ്മുടെ കുട്ടികൾക്ക് അടിസ്ഥാനപരമായി ആർദ്രതയുണ്ടാക്കലാണ്. ആർദ്രതയുണ്ടാക്കാൻ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം.
എന്താ കമ്മ്യൂണിക്കേഷൻ? ആശയവിനിമയത്തിലൂടെയല്ലേ നമുക്കെല്ലാം കൊടുക്കാൻ പറ്റുന്നത്, അല്ലാതെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ആ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം സോഫ്റ്റനാവണം. എങ്ങനെയാ സോഫ്റ്റനാവുക? ചപ്പാത്തി സോഫ്റ്റനാക്കാൻ, ഇഡലി സോഫ്റ്റനാക്കാൻ യൂട്യൂബ് എന്ന് പലതും സൂത്രം ഡൗൺലോഡ് ചെയ്യും. ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ എന്താ വേണ്ടത്? സ്പെല്ലിംഗ് പറഞ്ഞാൽ മതി. SOFTEN. ആ ഓരോ അക്ഷരത്തിന് ഓരോ വാക്കുണ്ട്. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കാൻ പഠിക്കുക. പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാ. പക്ഷിമൃഗാദികൾക്ക് ചിരിക്കാൻ അറിയില്ലല്ലോ. പുഞ്ചിരിക്കാൻ അറിയുന്ന മനുഷ്യൻ പുഞ്ചിരിക്കുന്നില്ല, പിന്നെ എന്തിനാ മനുഷ്യനായത്? മാസിലും പിടിച്ചിങ്ങനെ നിൽക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ ഒക്ടോബർ 1 വയോജനങ്ങൾ അപ്പൂപ്പൻ സംഗമം, അമ്മൂമ്മ സംഗമം എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചു. ഒക്ടോബർ 1 സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമ്മേനെയും അച്ഛമ്മേനെയും അച്ചാച്ചനെയും എല്ലാം കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. 100-100 ആൾ കുട്ടികളെ വന്നു കേട്ടോ. അവിടെ ഞാനാ പ്രസംഗിക്കുന്നതായപ്പോൾ അധ്യക്ഷ പ്രസംഗം ബിന്ദു ടീച്ചർ പ്രസംഗിക്കുക. മക്കളെ, അപ്പൂപ്പനെയും അമ്മൂമ്മയും ഉപ്പാവേനെയും ഉമ്മാവേനെയും എല്ലാം സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം കേട്ടോ. എന്നിട്ട് ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ഉദാഹരണമില്ലേ, പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കും. പക്ഷെ ഈ പച്ചപ്ലാവിലും ഇതുപോലെ പഴുത്ത് വീഴുന്ന ഓർക്കണ്ടേ? നമുക്കും വരൂലേ ഇങ്ങനെ? അപ്പോൾ ഒരു ചെക്കൻ എഴുന്നേറ്റിട്ട്, ടീച്ചറെ ഒരു സംശയം. എന്താടാ? ഈ പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കാണ്ടെന്നാ പഴുക്കാണ്ടിക്കുക? എന്തായാലും പഴുക്കൂലേ, പിന്നെ ചിരിക്കുന്നല്ലേ അല്ലേ? ചിരിക്കാൻ പഠിക്കുക. സ്മൈൽ. മനസ്സിലായോ? രാവിലെ എണീറ്റ് വരുമ്പോൾ പല അമ്മമാരുടെയും അച്ഛന്മാരുടെയും മുഖം കണ്ടിട്ടുണ്ടാ? ലോകത്തോട് മുഴുവൻ പരിഭവമായിട്ട് പിലാമെന്ന് വീണ പയഞ്ചക്ക പോലെ ആക്കിയിട്ടാണ് വരിക. രാവിലെ തന്നെ ഒരു പ്രസാദാത്മകമായി വീട് പുഞ്ചിരിക്കണം. വാതിൽ തുറക്ക്. വീട് പുഞ്ചിരിക്കുന്ന വാതിൽ തുറന്നിട്ടാ ഈ പടഞ്ഞ വാതില അല്ലേ? ഭയങ്കര പണ്ട് വാതിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹാർഡ് ബോർഡിൻ്റെ വാതിലുണ്ട് എങ്ങനെയും ഒപ്പിക്കുന്ന. ഇപ്പോൾ ഒരു വാതിലിന് ലക്ഷങ്ങൾ ചിലവാക്കുക. എന്തിന്? പൂട്ടിയിടാനാ. പിന്നെ എന്തിനാ വാതിൽ അവിടെ ചുമര് വെച്ച് മുട്ടിച്ചാ പോലെ? തുറക്കാനല്ലേ ജനലും വാതിലും തുറക്കാനാ. അടഞ്ഞ വാതിലുകളുള്ള വീട്ടിലെ ഹൃദയങ്ങളും അടഞ്ഞു പോകും. തുറക്കുന്നില്ല. രാവിലെ എണീറ്റ മുന്നിലത്തെ വാതിൽ തുറന്നാൽ ഈ വീട്ടിൻ്റെ അകത്ത് ഫ്രഷാക്കാൻ എന്താ സ്പ്രേ അല്ല അടിക്കേണ്ടത്? നമ്മൾ ഉറക്കത്ത് ചെയ്യുന്ന പണി എന്താ? ഓക്സിജൻ വലിച്ചു കയറ്റും, കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കും. ഇതിൻ്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയണമെങ്കിൽ സസ്യങ്ങൾ ഉണ്ടാക്കി ഓക്സിജൻ ആത്ത് കയറണമെങ്കിൽ വാതിൽ തുറക്കണ്ടേ? എന്നിട്ട് മുറ്റത്തിറങ്ങിയിട്ട് മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെയും പൂമ്പാറ്റകളെയും കാട്ടിക്കൊടുക്കണ്ടേ? ആ പ്രഭാതത്തെ കാണിക്കണ്ടേ? അത്തരത്തിൽ വാതിൽ, വീട് പുഞ്ചിരിക്കുക, നിങ്ങളും പുഞ്ചിരിക്കുക. മനസ്സിലായോ? സ്മൈൽ, പുഞ്ചിരിക്കുക. ഓപ്പൺ ഹേഡ്. ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. ഹൃദയം തുറക്കാത്തത് കൊണ്ടാണ് അടഞ്ഞ ഹൃദയങ്ങൾ. ഈ ഹൃദയം തുറക്കുന്നത് പ്രചോദിത കമ്പനമാണ്. നിങ്ങളൊരു സമൂഹത്തിൽ ഓരോ ആളിങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ തമാശകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലാതെ എല്ലാവരും ഗൗരവത്തിലിരിക്കുന്നിടത്ത് ഞാൻ പോയിട്ടൊരു തമാശ പറയട്ടെ എന്ന് പറഞ്ഞാലോ എനിക്കെന്നാ സൂക്കേടുന്ന് ചോദിക്കും അല്ലേ? എല്ലാവരും ഹൃദയം പ്രചോദിതമാണ്. തുറന്ന് വരണം. നമ്മൾ വീട്ടിൽ വട്ടത്തിലിരിക്കണ്ടേ? അച്ഛനും അമ്മയും മക്കളും, ഉപ്പയും ഉമ്മയും മക്കളും വരാന്തയിലോ അല്ലെങ്കിൽ ആത്തോ വട്ടത്തിലിരിക്കാറുണ്ടോ? അന്നേരം കൈമേൽ മൊബൈൽ ഫോൺ പാടില്ല, ടിവിയും പൂട്ടണം. കമ്പ്യൂട്ടറും മൊബൈലും ടിവിയും പൂട്ടിയിട്ട് വട്ടത്തിലിരുന്നിട്ട് നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ആരാ എൻ്റെ ദൂഷിപ്പ് പറയുന്നത്? അതാരാ റോഡുമല പോകുന്ന ബഷീർ? മഹാവൃത്തികെട്ടവനായി ഓൻ്റെ ദോഷമെല്ലാം പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് കുഞ്ഞിക്കണ്ണം പോന്നു, ഓൻ അതിലും മോശാ. സബാസ്റ്റ്യൻ തീരെ പോക്കാ. പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളൂല. പഞ്ചായത്ത് പ്രസിഡന്റ് മഹാബദ്ധോ. MLA ആണ് അതിനേക്കാൾ മോശം. മന്ത്രിമാരെല്ലാം പോക്കാ. മുഖ്യമന്ത്രി പോക്കാ. പ്രധാനമന്ത്രി പോക്കാ. ലോകത്തിൽ സകലയാളും പോക്കാ. ഒരാളേ ഉള്ളൂ നല്ല ലോകത്ത്. അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ച കേട്ട് നമ്മളെ കുട്ടികൾക്ക് ഒരു മനോഭാവം വരിക. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ ശരിയാണ് ലോകത്തെ എല്ലാ തെറ്റിനും കാരണം. എന്താ? ഞാൻ മാത്രം ശരി, പിന്നെ എന്താവും? എൻ്റെ മതം മാത്രം ശരി, എൻ്റെ ജാതി മാത്രം ശരി, എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ പാർട്ടി മാത്രം ശരി, എൻ്റെ രാജ്യം മാത്രം ശരി. ഈ 6 ശരി കൊണ്ടല്ലേ ലോകത്തെ സകല കുഴപ്പമുണ്ടാകുന്നത്? മറ്റൊന്നും ശരിയല്ല. പിന്നെയോ അവിടെ ഇരിക്കാൻ കുട്ടികൾ എടുക്കുന്നത് കുട്ടികളോട് അപ്പാട് പരീക്ഷ തന്നെ മാർക്ക് ചെയ്യിക്കും. നീ പഠിച്ചനാന്ന് ചോദിക്കൂ. അതൊന്നും ചോദിക്കാതെ അല്ലേ? 50-ൽ 45 മാർക്കും വാങ്ങി വന്ന മോനെ കിട്ടിയ 45 ഷെയ്ക്കൻഡ് കൊടുക്കുവോ? ഇല്ല. ഏതാ 5 തെറ്റിച്ചെന്ന് അറിയേണ്ടത്. കിട്ടാത്ത 5 വില, കിട്ടിയതിന് വിലയില്ല. എപ്പോഴും പ്രാക്ക്, എപ്പോഴും കുറ്റപ്പെടുത്തൽ.
ഇത് കേട്ട് കേട്ട് ആലക്കക്കാർ വന്നു ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് മോയെ, എന്തെന്ന് പഠിക്കുന്നുണ്ടാ, എന്ത് പഠിപ്പ്? ഓനിടുന്ന് ഗെയിം കളിയല്ലേ, ഓനിടുന്ന് മൊബൈൽ നോക്കിയിരിക്കല്ലേ. ബന്ധുക്കളോടും അയൽവാസികളോടും മക്കളുടെ കുറ്റം പറഞ്ഞിട്ട് അവരെ അപമാനിക്കുന്നത് ഒരു ഫാഷനായി കരുതുന്ന ഭീകര ജന്തുക്കളായ ഇബിലീസിന്റെ മക്കളായിരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും അമ്മമാരും അച്ഛന്മാരും ഉണ്ട് നാട്ടിൽ. നാട്ടുകാരെ മുമ്പിൽ മക്കളെ നാണം കെടുത്തുന്നവർ. എന്ത് ഭീകരതയാണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ അപമാനിച്ചിട്ടും അവർ വൈകുന്നേരം സ്കൂൾ വിട്ട് നിങ്ങളുടെ വീട്ടിൽ വരുന്നത് അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ലായിട്ടാ, അവർക്ക് തിന്നാൻ വേറെ കിട്ടാത്തതുകൊണ്ടാ. ഇങ്ങനെ അപമാനിക്കാവോ മക്കളെ? നാട്ടുകാരുടെ മുന്നിൽ മക്കളെ അപമാനിക്കരുത്. നിങ്ങൾക്ക് വിമർശനമുണ്ട്, മുഖത്ത് നോക്കി പറഞ്ഞോ. നാട്ടുകാരുടെ മുമ്പിൽ ഓനാവും പോലെ പഠിക്കുന്നുണ്ടെന്നേ പറയാവൂ. അവരെ അവഹേളിക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ അതിങ്ങനെ കേട്ട് കേട്ട് കുട്ടിക്ക് തോന്നും ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. എന്നൊന്നിനും കൊള്ളൂല്ല, നിങ്ങളെല്ലാം വലിയ ആള്. മൂന്നാമതൊരു ടീമുണ്ട് കേട്ടോ, അവരെ ഈ കമ്മിറ്റിയിൽ, ഫൈൻ കെയറിന്റെ പാലിയേറ്റീവ് കമ്മിറ്റിയിൽ പെടുത്തി നോക്ക്. അടുത്ത കൊല്ലം ഇത് പൂട്ടിയിട്ട് പോകും നിങ്ങൾ. ആരാന്നറിയോ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്ക, നിങ്ങളും പോക്ക, ലോകം മൊത്തം പോക്ക. നന്നാവില്ല ലോകം എന്ന് വിചാരിക്കുന്നത്. ഇതിന് പകരം നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഞാനും കുഴപ്പമില്ല നിങ്ങളും കുഴപ്പമില്ല എന്ന മനോഭാവത്തിൽ വളർത്താൻ കഴിയണം. ആ മനോഭാവത്തിൽ വേണം കുട്ടികൾ വളരാൻ. അതിന് നല്ല ചർച്ചകൾ, ഓപ്പൺ ഹേഡ്, ഹൃദയം തുറക്കാത്തവരുടെ ഹൃദയം മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തുറക്കേണ്ടി വരും, അല്ലെ മൈന്ദ്രയെ കൊണ്ടുപോയി തുറക്കും കേട്ടോ. ഹൃദയം തുറന്ന് വർത്തമാനം പറ. ഈ മസിൽ പിടുത്ത് ഒഴിവാക്ക്. വീട്ടിലെത്തുമ്പോൾ ഇല്ലേ, നാട്ടിൽ നിങ്ങൾ വലിയ ആളായിരിക്കും, വലിയ ആചാരായിരിക്കും, വലിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. എന്നാൽ വീട്ടിലെത്തുമ്പോൾ ചെരുപ്പയച്ച് പുറത്തിടും പോലെ നമ്മളെല്ലാം ഈഗോ ആടെ പുറത്തിട്ടിട്ട് വീട്ടിലെത്തുമ്പോൾ സാധാരണ പച്ച മനുഷ്യനാവും. എന്നിട്ട് ഹൃദയം തുറന്ന് വർത്തമാനം പറ. ആ ഹൃദയത്തിലാണ് മറ്റുള്ളവരെ സ്നേഹിക്കണം, സഹായിക്കണമെന്ന ഹൃദയം ഉണ്ടാവുക. ഓപ്പൺ ഹേഡ്. മൂന്നാമത്തത് ഫോർവേഡ് ലീൻ. അഹന്ത വേണ്ട, മുന്നോട്ട് കുനിയണം കേട്ടോ. 2019-20 മൈക്രോസ്കോപ്പിലൂടെ പോലും മാത്രം കാണാൻ പറ്റിയ ഒരു വൈറസ് വിചാരിച്ചിട്ട് ഈ ലോകത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് അടക്കം പുറത്തിറങ്ങാൻ പറ്റാണ്ട് പൂട്ടിക്കെട്ടിയില്ലേ നമ്മൾ. ലോക്ക്ഡൗൺ ആയില്ലേ. എന്നിട്ട് അഹന്തക്ക് ഒരു കുറവുമില്ല അല്ലേ. എന്തിനീ അഹന്ത? ഒരു മര്യാദയ്ക്ക് ഒരു ബാറ്റുന്ന പോക്കിനുണ്ടോ നമ്മൾ? ഉണ്ടോ? ഇല്ല. അഹന്ത വേണ്ട. അതുകൊണ്ട് മുന്നോട്ട് കുനിയ. മാവുമ്മൽ മാങ്ങ കൂടുമ്പോൾ മാവിൻ്റെ കൊമ്പ് എനിക്ക് ഇത്രയും മാങ്ങ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് മേലോട്ട് കൊണ്ടുപോവോ? ഇല്ല. താഴോട്ട് താഴുക ചെയ്യുക. അറിവും സമ്പത്തും കൂടുമ്പോൾ താഴോട്ട് താഴണം, മുന്നോട്ട് കുനിയണം. നിങ്ങളെ വീട്ടിലൊരു കുഞ്ഞുമോള് വന്നു ബന്ധു, അപ്പൊ കുട്ടീനെ എടുക്കണം. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാ, മണങ്ങൂല, ബാ മോളെ എന്ന് പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റുമോ? ഞാൻ കുട്ടിയിലേക്ക് താണാലേ കുട്ടി എന്നിലേക്ക് ഉയരും. ഫോർവേഡ് ലീൻ. മനസ്സിലായോ? മുന്നോട്ട് കുനിയുക. അടുത്തത് ടച്ച്, തൊടണം. ആരെ? മക്കളെ തൊടണം, കെട്ടിപ്പിടിക്കണം, കെട്ടിപ്പിടിക്കണം. അക്കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളാണ് എനിക്ക് അവർ കണ്ട കെട്ടിപ്പിടിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, രണ്ട് ഭാഗത്തും കെട്ടിപ്പിടിക്കും. കാരണം മനസ്സിൻ്റെ മതിലാണ് ത്വക്ക്. നമ്മൾ കണ്ണ്, മൂക്ക്, നാക്ക്, കാത്, 4 പഞ്ചേന്ദ്രിയങ്ങളെക്കാൾ പ്രധാനം ത്വക്ക. പക്ഷെ അതിനാരും മൈൻഡ് ചെയ്യുന്നില്ല. അതൊരു തലോടലിലൂടെ സാന്ത്വനമാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ പ്രായമുള്ള മനുഷ്യർക്ക് നല്ല ഭക്ഷണവും നല്ല മരുന്നും നല്ല വസ്ത്രവും ഒക്കെ കൊടുത്താൽ പോരാ. അവർക്ക് വേണ്ടത് അന്നത്തിന് പഞ്ഞമില്ല, സ്വർണത്തിന് പഞ്ഞമില്ല, മന്നിതിൽ കരുണയ്ക്കാണ് പഞ്ഞം അല്ലേ. പഞ്ഞം എന്ന് പറഞ്ഞ ക്ഷാമം. കരുണ കൊടുക്കണം, അവരെ പോയി തൊടണം. ഉപ്പാവ എങ്ങനെയുണ്ട്? വല്യമ്മേ സുഖം തന്നെയേ? നിങ്ങളേതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് വർത്താനം പറഞ്ഞിട്ട്, പുറത്തുനിന്ന് വർത്താനം പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ആത്തുണ്ടാവും ഒരു പെണ്ണുങ്ങളോ ആണുങ്ങളോ പ്രായമുള്ള ആൾ. അവരിങ്ങനെ നോക്കുന്നത്, എന്നെക്കൊണ്ട് ചോദിക്കുന്നുണ്ടാവുമോ, എന്നെക്കൊണ്ട് ചോദിക്കുന്നുണ്ടാവുമോ. അവരെ കൊണ്ടൊന്നും ചോദിക്കാണ്ട് ആ വന്നാൾ ഇറങ്ങിപ്പോയാലുണ്ടല്ലോ വല്ലാത്ത നിരാശയായിരിക്കും അവർക്ക്. ഗേറ്റിനെത്തിയപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നില്ല, നമ്മളെ വല്യമ്മ ഇല്ലേടാ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു നോക്കിയാട്ടെ അവരുടെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടാവും. അവരെ ഒരു വീട്ടിൽ പോയാൽ ആടെ പൈസ വരുമാനമുള്ള വലിയ മീശയുള്ള ആണുങ്ങളെ പരിഗണിച്ചാൽ പോരാ. ആ വീട്ടിൻ്റെ അകത്ത് കിടക്കുന്ന മനുഷ്യരുണ്ടാവും, ഈ ലോകവുമായി ഒറ്റപ്പെട്ട് കിടക്കുന്നവർ. അവരുടെ ശരീരമേ കിടന്നിട്ടുള്ളൂ, അവരുടെ മനസ്സ് കിടന്നിട്ടില്ല. ആ മനസ്സിനെ പരിഗണിക്കാൻ അടുത്ത് പോയിരുന്നിട്ട് ഒന്ന് ചുമലിൽ കൈവച്ചിട്ട്, ഒന്ന് പുറത്ത് മാന്തി കൊടുത്തിട്ട്, ഒന്ന് കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട്, അതാണ് സാന്ത്വനം. നിങ്ങൾ കൊടുക്കുന്ന പൈസയല്ല വിഷയം, അതാ സാന്ത്വനം. ടച്ച് വേണം, ഹൃദയത്തിൽ തൊടണം.
ഭാര്യയും ഭർത്താവും തൊട്ടിരിക്കാറുണ്ടോ? നിങ്ങളറിയോ, അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും മൂർക്കനും പോലെ പേടിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന വീട്ടിലെ കുട്ടികൾക്ക് സ്വഭാവ വൈകൃതമാണ്. അച്ഛനമ്മമാർ ബഹുമാനത്തോടുകൂടി പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം ആദരിക്കുന്ന വീട്ടിലെ കുട്ടികൾക്ക് നല്ല സംസ്കാരമുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലേ, ചില കുട്ടികളെ പറ്റിയിട്ട് ആ മനുഷ്യൻ നല്ല മനുഷ്യനല്ലേ, അമ്മയും നല്ല മനുഷ്യൻ, ആ ചെക്കനെന്താ ഇങ്ങനെയിപ്പോയി? വിഷയം അവർ മോശമായിട്ടല്ല, അവർ പരസ്പര ബന്ധം നന്നാണ്. അവരൊന്ന് പരസ്പരം അടുത്തിരുന്നൂടെ? കല്യാണം കഴിച്ചാൽ അംഗീകാരം തന്നില്ലേ, പിന്നെ അടുത്തിരുന്നൂടെ? ഒന്ന് പ്രേമിച്ചൂടെ? കല്യാണം വരെ പ്രേമിക്കാൻ പാടുള്ളൂ എന്നാരാ പറഞ്ഞേ? പ്രണയം എന്ന് പറയുന്നത് മരണം വരെ പ്രണയിക്കണം. നമ്മളെ നാട്ടിലിപ്പോൾ കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു അയക്കും വാട്സപ്പിൽ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞു ഐ ലവ് യു. എന്താ പറയാത്തത്? അല്ലേ ഐ ലൈക്ക് യു, ഐ ലവ് യു എന്ന് പറഞ്ഞോ? ഇല്ല. എന്താ പറയാത്തത്? ഞാൻ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ചോദിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് എന്താ ഐ ലവ് യു പറയാത്തത്? അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ഇതിട്ട് പറയാ, അതെന്താ പറയാത്തതെന്നറിയോ? എന്താ, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ എന്നാ. അപ്പോൾ ഇലക്ഷൻ്റെ പ്രചരണം മാത്രമാണ് ഈ ഐ ലവ് യു എന്നല്ലേ? മരണം വരെ പ്രണയമുണ്ടാവണം, ടച്ച് ചെയ്യണം. അടുത്തത് ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. കണ്ണാണ് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ പ്രസംഗിക്കാൻ പോയി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനത്തെ കയറുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു. ഇതാ ഇയാൾ പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു. ആടെ ഇറങ്ങുമ്പോൾ കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു, കയറുമ്പോൾ എടുത്തു. 4 പ്രാവശ്യം കണ്ണിൻ്റെ ഫോട്ടോ എടുത്തു. പാസ്പോർട്ടിനേക്കാൾ വില അവർക്ക് കണ്ണാ. ഇയാൾ പോയി തിരിച്ചു വന്നു, രേഖയായി. കണ്ണാണ് പ്രധാനം. ആ കണ്ണിൽ നോക്കി കണ്ണിലെ പ്രതീക്ഷകൾ, ദൈന്യതകൾ, ആർദ്രതകൾ, സ്വപ്നങ്ങൾ കാണണം. കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. മക്കളുടെ കണ്ണിൽ, ഭാര്യയുടെ കണ്ണിൽ, ഭർത്താവിൻ്റെ കണ്ണിൽ നോക്കണം. കണ്ണിൻ്റെ സൗന്ദര്യം നോക്കിയിട്ടാണ് പണ്ട് എൻ്റെ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് പേരിടല്. കണ്ണിന് സംസ്കൃതത്തിൽ അക്ഷി എന്ന് പറയൂ. അംബുജാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി. ആണുങ്ങൾക്ക് കമലാക്ഷൻ, പങ്കജാക്ഷൻ, അംബുജാക്ഷൻ. മീനാക്ഷി, മീനിനെ പോലെ പടക്കുന്ന കണ്ണുള്ളവൾ. വിശാലാക്ഷി, വലിയ കണ്ണുള്ളവൾ. വലിയ കണ്ണുള്ളവർ സുന്ദരിമാരാ, അതുകൊണ്ട് വിശാലാക്ഷി ഇത് പേരിട്ടു. എന്നാൽ ചെറിയ കണ്ണ ആണുങ്ങൾക്ക് സൗന്ദര്യവും, അതുകൊണ്ട് ആണുങ്ങളെ വിളിക്കും കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ, മനസ്സിലായോ? കണ്ണിൻ്റെ വലിപ്പം തമാശയൊന്നുമല്ല. നിങ്ങൾ 5-6 മാസം മുമ്പ് കേരളത്തിലെ പത്രങ്ങളിലും ചാനലിലും വന്ന ഒരു വലിയ വിഷയമുണ്ട്, അറിയോ? അത് മുഴുവൻ കാരണം കണ്ണാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്താ കാരണം? മഞ്ജു വാര്യരുടെ കണ്ണിന് വലിപ്പം കുറഞ്ഞുകൊണ്ട് അതിലും വലിയ കണ്ണുള്ള കാവ്യമാധവൻ്റെ അടുത്തേക്ക് ആ വിദ്വാൻ പോയേ. ആ കാര്യം ഭാവന പോയിട്ട് മഞ്ജു വാര്യരോട് പറഞ്ഞു കൊടുത്ത എൻ്റെ ദേഷ്യം തീർക്കാനാ ഓളെ പൾസർ സുനീനെ അയച്ചിടങ്ങാറാക്കിയേ. അതിൻ്റെ പേരിൽ ഹേമ കമ്മീഷൻ ഉണ്ടാക്കിയേ. അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നേരാ പല നടന്മാരുടെയും തോന്നിയാസവും വൃത്തികേടെല്ലാം പുറത്തു വന്നല്ലേ. കണ്ണ്, ആ കണ്ണിൽ നോക്കൂ. കണ്ണിൽ നോക്കി വർത്തമാനം പറയൂ. അടുത്തത് ഐ കോണ്ടാക്ട്, SOFTE എൻ, നോഡിങ്. മക്കളായാലും ആരായാലും പറയുന്നത് ആരാന്ന് നോക്കരുത്, പറയുന്നത് എന്താണെന്ന് നോക്കി തല കുലുക്കണം. ശരിയാ, സമ്മതിച്ചു കൊടുക്കണം. ജനാധിപത്യ ബോധം വേണം. ജനാധിപത്യ ബോധം വേണം. നമ്മുടെ വീട്ടിൽ ജനാധിപത്യം ഉണ്ടോ? നാട്ടിൽ വലിയ വോട്ട് ചെയ്യും, MP MLA പഞ്ചായത്തിനെല്ലാം വോട്ട് ചെയ്യും. വീട്ടിലോ ഏകാധിപത്യമാണ്. നോ. വീട്ടിലെ കുട്ടികളായാലും ഭാര്യയായാലും ഭർത്താവായാലും ഉപ്പയായാലും ഉമ്മയായാലും ഉപ്പാവയായാലും എല്ലാവരെയും തുല്യരായി പരിഗണിച്ച് അവരോട് ചർച്ച ചെയ്ത് അവർ പറയുന്നത് കേട്ട സഭ കൂടണം. കുടുംബസഭകൾ ഉണ്ടാവണം, ഒത്തുചേരണം, ജനാധിപത്യം ഉണ്ടാവണം. അവർ പറയുന്നത് കേൾക്കണം, തല കുലുക്കി കൊടുക്കണം. അതാണ് പ്രത്യേകിച്ച് ഈ കിടപ്പ് രോഗികൾ, പ്രായമായ ആളുകൾ, അവർക്കെല്ലാം അങ്ങോട്ട് പറയുന്നതല്ല, അവർക്ക് പലതും പറയാനുണ്ട്. കേൾക്കാൻ കുറച്ചു നേരം കുറച്ച് ഇരുന്ന് തരണം, അല്ലേ? കേൾക്കാൻ ഇരുന്ന് കൊടുക്കുക വേണ്ടത്. അവർ പറയുന്നത് കേട്ടാൽ തന്നെ പരാതി തീർന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് 2 ചെവിയുണ്ട്, 1 നാവേ ഉള്ളൂ. എന്താ ഇതർത്ഥം? പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണം. മനസ്സിലായോ? അതാണ് നോഡിങ്, തലകുലിക്കണം. മനസ്സിലായോ? അപ്പൊ സോഫ്റ്റനായോ? സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്. പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തലകുലിക്കുക. ഇത്തരത്തിൽ ആശയവിനിമയം. അതാണ്. അപ്പൊ 2 കാര്യം ഞാൻ പറഞ്ഞു. ഇനി 3 കാര്യം പറഞ്ഞ് ഞാൻ നിർത്തും. 1 ചിന്ത, അല്ലേ? പുസ്തകങ്ങൾ വായിക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിക്കണം. 2 നല്ല ഫലപ്രദമായ ആശയവിനിമയം. 3 അധ്വാനം, പണിയെടുക്കണം.
മടിയന്മാരാ. ഇപ്പോൾ ഒരു കാക്ക ഒരു മരക്കൊമ്പത്തിരുന്നു, വീട്ടിൻ്റെ മുറ്റത്തൊരു മീനിൻ്റെ മുള്ള് കണ്ടു. ആ കാക്കക്ക് ആ മീനിൻ്റെ മുള്ള് കണ്ടാൽ അതിപ്പോൾ എടുക്കണോ നാളെ എടുക്കണോ എന്ന് ആലോചിക്കുമോ? അപ്പം പറന്നിറങ്ങി എടുക്കൂലേ? പിന്നേക്ക് വെക്കുന്ന പരിപാടി പക്ഷിമൃഗാദികൾക്കില്ല. അത് നമുക്ക് മാത്രമുള്ള മടിയന്മാർ. നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ. ഈ നാട്ടുകാരൻ എഴുതിയൊരു കവിതയുണ്ട്, അറിയാവോ? രാവിലെ എഴുന്നേറ്റ് നടക്കണം, ഇപ്പോഴില്ല, നാളെ ആവട്ടെ. അയൽപ്പക്കങ്ങളിലൊന്ന് ബന്ധപ്പെടണം, പോയി വർത്താനം പറയണം, ഇന്ന് ഇല്ല, നാളെ ആവട്ടെ. അല്ലേ അല്ലേ? എക്സസൈസ് ചെയ്യണം, നാളെ ആവട്ടെ. പാവങ്ങളെ സഹായിക്കണം, നാളെ ആവട്ടെ. ആശുപത്രിയിൽ ചെന്ന് നോക്കണം, നാളെ ആവട്ടെ. അവസാനം അയൽവാസികൾ പറഞ്ഞു, ഇപ്പം തന്നെ എടുക്കണം, നാളേക്ക് നാറും. ചത്ത നാളെ ആട്ടെ എന്ന് പറയോ? ഇപ്പം തന്നെ എടുക്കണോ? എല്ലാം നാളേക്ക് മാറ്റിവെക്കുന്ന വൃത്തികെട്ട ശീലമുണ്ട് നമുക്ക്. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്ത് ശീലം വേണം. അത്തരത്തിൽ മടിയില്ലാതെ പണിയെടുക്കാൻ പറ്റണം. പണമുണ്ടാക്കണം, അധ്വാനിക്കണം. എളുപ്പ വഴിയിൽ വേണ്ട, തട്ടിപ്പിൽ വേണ്ട. ഈ തട്ടിപ്പിലുണ്ടാക്കിയ പണം കൊണ്ട് ഒരു ജീവിതത്തിൽ സുഖം ഉണ്ടാവില്ല. ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും ഉണ്ടാവണമെങ്കിൽ അധ്വാനിച്ചിട്ട് പണം ഉണ്ടാക്കണം. മനസ്സിലായോ? അതാണ്. നാലാമത്തത് പങ്കുവെക്കണം. അതിനെപ്പറ്റി വിശദമായി ഞാൻ പറഞ്ഞു. പങ്കുവെക്കണം. എനിക്കുള്ളത് എനിക്ക് മാത്രമുള്ളതല്ല. ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ സ്വന്തം പ്രസംഗമല്ല. എൻ്റെ ഭാഷ ഞാൻ കണ്ടുപിടിച്ചതല്ലോ, എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചതല്ല, എഴുത്തച്ഛൻ കണ്ടുപിടിച്ചതല്ല. എനിക്ക് മുമ്പേ ജീവിച്ച 9-ാം നൂറ്റാണ്ട് മുതലുള്ള എത്ര കവികളും സാഹിത്യകാരന്മാരും. ഞാനിപ്പോൾ കവിത ചൊല്ലിയല്ലോ സോമൻ കടലൂരിൻ്റെ, നാട്ടുകാരനല്ലേ. ആ സോമൻ കടലൂരിൻ്റെ കവിത വരെ വായിച്ചിട്ടാണ് എനിക്ക് എൻ്റെ ഭാഷ കിട്ടിയത്. അതുകൊണ്ട് ഈ പ്രസംഗം എൻ്റെതല്ല, ഈ പ്രസംഗത്തിൻ്റെ ഒച്ച എൻ്റെതാണ്. ഈ ശബ്ദോർജമുണ്ടല്ലോ, കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൂര്യൻ്റെ പ്രകാശോർജമാ. അതുപിടി എത്തിക്കാൻ എത്രയാൾ പണിയെടുത്തു? ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി, ഫോട്ടോ സിന്തസിസ് നടത്തി, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, അന്നജമുണ്ടാക്കി, നെല്ലിൻ്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഹൈദരാബാദിൽ നിന്ന് ഗുഡ്സ് ട്രെയിനിൽ കയറ്റിയ സെക്കന്ദരാബാദ് വന്ന് വിജയവാഡ വന്ന് സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂർ, താനൂർ, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം കടന്ന് തലശ്ശേരിക്കപ്പുറത്ത് മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന അരി കൂത്തുപറമ്പെന്ന് കൊട്ടിയൂർ പോകുന്ന വഴിക്ക് ചിറ്റാരിപ്പറമ്പിലെ കാഞ്ഞാമ്പാസുവാട്ടിൻ്റെ റേഷൻ പീടിയെ കൊണ്ടുവന്നിട്ട് അതെൻ്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചുട്ട 4 ദോശ ഞാൻ രാവിലെ തിന്നതിൻ്റെ ഊർജ്ജ എൻ്റെ തൊണ്ടയിൽ നിന്ന് കേൾക്കുന്ന ഒച്ച. ഇതൊന്നും എൻ്റെ സ്വന്തമൊന്നുമല്ല, മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ പണം നമ്മുടെ മാത്രമല്ല, പങ്കുവെക്കാനുള്ളതാണ്. ആവശ്യക്കാർക്ക് കൊടുക്കണം. പണം എന്ന് പറയുന്നത് പെട്ടിയിൽ അട്ടിവെക്കാനുള്ളതല്ല, ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള അവസരത്തിൽ കിട്ടാനുള്ളതാ പണം. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള അവസരത്തിൽ കിട്ടാനുള്ളതാ പണം. അതുകൊണ്ട് പങ്കുവെക്കുക. പക്ഷെ എല്ലാം ധൂർത്തടിക്കാമോ? അല്ല, സൂക്ഷിച്ചു വെക്കണം. ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കണം. ഈ വിത്തിൻ്റെ ബാക്കി സൂക്ഷിച്ചു വെച്ചല്ലോ, അതാണ് സൂക്ഷിച്ചു വെക്കണം. ഈ 5 ഘടകങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? നിങ്ങളുടെ കുടുംബം മനുഷ്യ കുടുംബമാവും. എന്താ 5 ഘടകം? ചിന്ത, ആശയവിനിമയം, അധ്വാനം, പങ്കുവെക്കൽ, സൂക്ഷിച്ചു വെക്കൽ. അങ്ങനെയാ മനുഷ്യനുണ്ടാവുന്നത്. ആ മനുഷ്യനായി മാറാൻ ശരീരത്തിൻ്റെ ചോദനകൾ മനസ്സിൻ്റെ ഭാവനകൾ കൊണ്ട് നിയന്ത്രിക്കണം. മൃഗത്തിന് മുഖ്യം ശരീരമാണ്, മനസ്സ് ചെറുതാ. ശരീരം എന്താണോ പറയുന്നത് അതനുസരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു പശു വന്നാൽ അതിന് മൂത്രയിക്കാൻ മുട്ടിയാൽ മനസ്സ് പറയുമോ ഇവിടെ പറ്റൂല, ആളുണ്ടെന്ന്? ഇല്ല. ആടെ പാലും പൊത്തിച്ച് മൂത്രയിക്കും, അവിടെ ചാണകിടും. നായ്കളെ കണ്ടിട്ടില്ലേ, റോഡുമെന്ന് ഇണചേരും. അതിൻ്റെ ശരീരം എന്താണോ ചെയ്യുന്നത് അതിന് മനസ്സ് മൃഗങ്ങൾക്കുണ്ട്. മൃഗത്തിന് കണക്കറിയാമോ? നായ്ക്ക് കണക്കറിയാം. നിങ്ങൾ വീതി കുറഞ്ഞ റോഡ് മേലെ സ്കൂട്ടറും കൊണ്ട് പോവുക, റോഡിൻ്റെ പകുതിക്ക് ഒരു നായ് കടന്നു, നിങ്ങൾ ഓണടിച്ച് നോക്ക്. സ്കൂട്ടറാന്ന് കണ്ട നായി അനങ്ങില്ല, കാരണം സ്കൂട്ടറിൻ്റെ പോകേണ്ട വീതി ആടെയുണ്ട്. തൊട്ട് പിറകിൽ ലോറി വന്ന് നോക്കട്ടെ, നായി എണീറ്റ് മാറും. കാരണം സ്കൂട്ടർ വീതി കുറഞ്ഞതാണെന്ന് ലോറീൻ്റെ വീതി കൂടുതലാണെന്നുള്ള കണക്കറിയില്ല നായ്ക്ക്. നമ്മളെ നാട്ടത്തെ കൂട്ടത്തിലെ ചില നായ്ക്ക് ഈ കണക്കറിയില്ല, കണ്ടെടുത്ത് വെച്ച് പോകും. കണ്ടില്ലേ? അതാ
മൃഗങ്ങൾക്ക് മനസ്സൊക്കെ ഉണ്ട്, അത് ശരീരത്തിന് വിധേയമാ. എന്നാൽ മനുഷ്യൻ എപ്പോഴാ മനുഷ്യനാവുന്നത്? മനസ്സിന് വിധേയമായി ശരീരം മാറണോ? ഇപ്പോഴും ഒഴിക്കാൻ മുട്ടിയ ഒഴിക്കുവോ? ഇല്ല. കാമവികാരം ഉണർന്നാൽ ഉടൻ തന്നെ റോഡ് വന്ന് ഇണചേരുവോ? ഇല്ല. നിക്കാഹ് വേണോ? നാട്ടുകാർ വിളിക്കണം, പള്ളിക്കാരനോമാർ, പന്തല്, മാല, നിശ്ചയക്കാർ എല്ലാം വേണ്ടേ? നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സ് വലുതും ശരീരം ചെറുതുമാക്കുമ്പോൾ മനുഷ്യനായി, ശരീരം വലുതും മനസ്സ് ചെറുതുമാകുമ്പോൾ മൃഗമായി. നമ്മൾ ഇതിലേതാ പ്രധാനം? നിങ്ങൾ ആലോചിക്കുക. ആ മനസ്സ് വളർത്തണം, ആ ഹൃദയം വളർത്തണം, ആ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആർദ്രത വളർത്തണം. അങ്ങനെ ആർദ്രത വളർത്തി എല്ലാവരെയും സ്നേഹിക്കുന്നൊരു സമൂഹം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമ്പോൾ സമൂഹത്തിലെല്ലാം പൂർണ്ണമല്ല, ആണോ? പോരായ്മകൾ എല്ലായിടത്തും ഉണ്ടാകും. ഒരു കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ ചക്കയുള്ള കൊമ്പ് അപ്പാട് പൊട്ടി പോകും, ചക്കയില്ലാത്ത കൊമ്പിനൊന്നും പറ്റുകയില്ല, അല്ലേ? പ്രകൃതിക്ക് അങ്ങനെ ബോധപൂർവ്വം ഇന്നയാളെ ഇടങ്ങാറാക്കണം, ഇന്നയാളെ ഇടങ്ങാറാക്കണ്ടെന്നൊന്നുമില്ല. പ്രകൃതിയുടെ ഈ കശക്കലിനിടയിൽ ചില ആളുകൾക്ക് അസുഖം വരുന്നു, ചില ആളുകൾ മന്ദബുദ്ധിയാകുന്നു, ചില ആളുകൾക്ക് അംഗവൈകല്യം വരുന്നു. അതൊന്നും അവരുടെ കുറ്റമല്ല. ആ പ്രകൃതിയുടെ നീതിയിൽ പറ്റിപ്പോകുന്ന അബദ്ധങ്ങളാണത്. ആ അബദ്ധമുണ്ടായത് കൊണ്ട് അവർക്കും ഒരു ജീവിതമുണ്ടല്ലോ, അവർക്കും മനുഷ്യരാവണ്ടേ, ജനിച്ചുപോയി മനുഷ്യരാവാൻ. അപ്പൊ അവരെ ബാക്കി എല്ലാവരും നമ്മളെല്ലാം കയ്യും കാലെല്ലാം ലെവലായിട്ട് നിൽക്കുന്നതിന് ഇങ്ങനെ കുറച്ചാൾ ആ അബദ്ധം എനിക്ക് പറ്റിയില്ലല്ലോ, അത് മുഴുവൻ അവർക്ക് കിട്ടിയല്ലോ, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഉള്ളത്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം അവർക്ക് കൂടി അവകാശപ്പെട്ടതാ. അവരെ സാന്ത്വനിപ്പിച്ചിട്ട് ബാക്കി മതി നമുക്ക്. മനസ്സിലായോ? ബാക്കിയേ നമുക്ക് അറിവുള്ളൂ. പ്രകൃതിയുടെ കുത്തൊഴുക്കിൽ പെട്ടുപോയിരിക്കുന്ന മനുഷ്യരെ, രോഗത്തിൽ പെട്ടുപോയവരെ, അംഗവൈകല്യങ്ങളിൽ പെട്ടുപോയവരെ, മാനസികമായ വിഭ്രമങ്ങളിൽ പെട്ടുപോയവരെ, അവരെ മുഴുവൻ അടച്ചു കൊന്നു കഴിഞ്ഞിട്ട് ബാക്കിയാക്ക് സുഖത്തിൽ ജീവിക്കാനുള്ളതല്ല ഈ ഭൂമി. അവർക്ക് മനുഷ്യൻ എന്ന രീതിയിൽ പരിഗണന കൊടുത്തിട്ട് അത് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ സുഖിച്ചുകൊള്ളുക. അതാണ് മനുഷ്യപ്പറ്റ്, മനസാക്ഷി എന്ന് പറയുന്നത്. അതാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ്. അതിനൊരവസരമുണ്ടാക്കുകയാണ്. അത്തരത്തിൽ വേദന മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വേദന അനുഭവിക്കുന്നവരെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് നമ്മൾ ആർദ്രമായ ഹൃദയത്തോടുകൂടി മുന്നോട്ട് പോകാൻ നല്ല കെയർ അവർക്ക് കൊടുക്കണം. ഫൈൻ കെയർ. അതാണ് ഫൈൻ കെയർ പാലിയേറ്റീവ്. മനസ്സിലായോ? അത്തരത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ആത്മാർത്ഥമായി അതിൽ പങ്കുചേരുക. ഒന്നിലും പങ്കുചേരാൻ എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. അത്തരത്തിൽ ചെയ്യാനുള്ളൊരവസരം ശരീരത്തിൻ്റെ ചോദനങ്ങളുടെ കുരുക്കിലകപ്പെട്ടു പോയ മനുഷ്യരാവരുത് നിങ്ങൾ. ആ കുരുക്കഴിക്കണം. ആ കുരുക്കിലാട്ടുള്ളവർ ആ കുരുക്കഴിച്ച് മനസ്സിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് കുരുക്കഴിക്കുന്നവർ കുരുക്കിലാവാത്തവരായി, കുരുക്കിലായിപ്പോയവർ കുരുക്കിലാവാത്തവരായി മാറി മനസ്സിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് എല്ലാ പ്രലോഭനങ്ങളുടെയും എല്ലാ സുഖഭോഗങ്ങളുടെയും കുരുക്കിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ജനകീയ സദസ്സ് സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. ഈ ജനകീയ സദസ്സിൽ ഒരു ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി ഇത്രയും ആൾ വന്നല്ലോ. 4 DJ പാർട്ടി വെച്ച ഒരുപാട് ആളുണ്ടാവും. ഇങ്ങനത്തേനൊന്നും ഇപ്പോൾ ആളെ കിട്ടുന്നില്ല. എന്നിട്ടും ഇത്രയും ആൾ വന്ന് കഴിയുന്നവരെ കേട്ടിരുന്നതിന് നിങ്ങളോടെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം. അടുത്തതായി ആശംസാ പ്രസംഗം ചെയ്യാൻ വേണ്ടി നമ്മുടെ 10ാം വാർഡ് സുനിതയെ ക്ഷണിക്കുന്നു. നമ്മുടെ സുരേഷ് ബാബു സാറിൻ്റെ പ്രസംഗത്തിന് ശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ബോറടിയാണെന്ന് തോന്നുന്നു. നമുക്കറിയാം, ഇവിടെ എത്തിയവരെല്ലാം കുറച്ച് സമയം നല്ലൊരു സന്തോഷത്തിൽ തന്നെയായിരുന്നു, മനസ്സറിഞ്ഞ് സന്തോഷിച്ചൊരു നിമിഷം തന്നെയായിരുന്നു ഇത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫൈൻ കെയർ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളും. നമ്മുടെ വീടുകളിലെത്തി അസുഖബാധിതർക്ക് സാന്ത്വനമേകിക്കൊണ്ടും ക്ലിനിക്കിൽ എത്തുന്ന പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകിക്കൊണ്ടും ഒക്കെ തന്നെയാണ് നമ്മുടെ ഫൈൻ കെയർ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇലിയാസ് ഡോക്ടർ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും
ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ ഭക്ഷണക്രമത്തിലോ അതേപോലെ വ്യായാമത്തിലൂടെയും ഒക്കെ തന്നെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷേ നമ്മൾ അതൊരു നിയന്ത്രണത്തിൽ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ ഏറ്റവും കൂടുതലായി പടർന്നു പിടിക്കുന്ന നമ്മുടെ മഞ്ഞപ്പിത്തത്തിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സൊക്കെ ഇവിടെ പറഞ്ഞു. നമ്മുടെ മക്കൾക്കും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഇടയിലും പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്കൂളുകളിലുമാണ് ഇത്തരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളത് ജാഗ്രത പുലർത്തണമെന്ന് എല്ലാവരും അറിയിക്കുക. നമ്മുടെ ഈ ഫൈൻ കെയർ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, ജനങ്ങൾക്കൊരു ആശ്രയമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം കേട്ട് നമ്മളെല്ലാം ഇങ്ങനെ തരിച്ചിരിക്കുമ്പോൾ എന്ന് പറയുന്നത് മാഷ് വളരെ നല്ല രീതിയിൽ പാലിയേറ്റീവ് എന്താണെന്നും എങ്ങനെയായിരിക്കണമെന്നും അതിനെന്തൊക്കെ സഹായം നമ്മൾ ചെയ്യണമെന്നുമൊക്കെ വളരെ പ്രകൃതമായ രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓരോരോ സമയം എത്തുമ്പോൾ നമുക്ക് അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ അടുത്തതായി നമ്മളെ ആശംസാ പ്രസംഗം നടത്തുന്നത് നമ്മളെ ലിസി മെമ്പറാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരുപാട് തവണ നമ്മുടെ ഫൈൻ കെയർ പാലിയേറ്റീവ് പരിപാടിക്ക് നമ്മൾ വന്നതാണ്. ഇന്ന് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ കേരളോത്സവം നടക്കുന്ന അവിടെ നിന്നാണ് ഇന്ന് നമ്മുടെ സുരേഷ് ബാബുവിൻ്റെ ക്ലാസ് കുറച്ചു നേരം കേൾക്കാമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് നമുക്ക് ഒരുപാട് അറിവ് പകരുന്നതാണ്. നമ്മുടെ ഫൈൻ കെയർ പാലിയേറ്റീവിന് നല്ല കൂട്ടായ്മയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് നമ്മുടെ ഇല്യാസ് ഡോക്ടർ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫൈൻ കെയറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി നമ്മുടെ ഫൈൻ കെയറിൻ്റെ ട്രഷറർ വാര്യങ്കണ്ടി നൗഷാദ് നമ്മളോട് നന്ദി പറയുന്നതായിരിക്കും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മുടെ ഈ ഫൈൻ കെയർ പാലിയേറ്റീവിൻ്റെ ശ്രമം സ്വീകരിച്ചെത്തിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ഇല്യാസ് ടി.എൻ. അവരുകളെ, അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തിയ വി.കെ. സുരേഷ് ബാബു ചിറ്റാരപ്പറമ്പ് അവരുകളെ, അതുപോലെ നമ്മുടെ ഫൈൻ കെയറിൻ്റെ എല്ലാമെല്ലാമായ ഇബ്രാഹിം ഹാജി അവരുകൾ, സ്വാഗതം ആശംസിച്ച റിയാസ് എം.കെ., അതുപോലെ നമ്മുടെ സദസ്സിലെ സാന്നിധ്യം അറിയിച്ച സിനിജ ചെറുവത്ത്, ലിസി, ഒ.പി. മൂസാജി, അതുപോലെ നമ്മുടെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനങ്ങൾ ഒരുക്കിയ, അതുപോലെ നമ്മുടെ ഫൈൻ കെയറിൻ്റെ എല്ലാമെല്ലാമായ സ്റ്റാഫ് അവരുകളെ, ഈ സദസ്സിനെ വളരെ ഭംഗിയാക്കിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് എൻ്റെ പേരിലും ഫൈൻ കെയർ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്.